150ഓളം സിംഹങ്ങളുടെ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ഒരു പ്രൈഡിനെ പറ്റിയുള്ള കഥ പറയാൻ ഞാനും അത് കണ്ണടച്ച് കേൾക്കാൻ നിങ്ങളും ഒരുങ്ങുമ്പോൾ അത് നടന്ന സ്ഥലത്തെപ്പറ്റി നമുക്ക് കുറച്ച് ധാരണ ഉണ്ടാകുന്നത് നമ്മുടെ സങ്കല്പത്തിന് കൂടുതൽ ഭംഗി നൽകും. കാട്ടിലെ രാജാവെന്ന അവകാശം പേർന്ന സിംഹങ്ങളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും സംരക്ഷണത്തിനായി ദക്ഷിണാഫ്രിക്കൻ സർക്കാർ രൂപീകരിച്ച ഒരു നാഷണൽ പാർക്കാണ് ക്രൂഗർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ക്രൂഗർ. 1926 ഇതൊരു ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. അനേകം വന്യമൃഗങ്ങളാൽ സമ്പന്നമായിരുന്നു ഈ പ്രദേശം. വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞ വനപ്രദേശത്തേക്കാൾ കൂടുതൽ തുറസായ പുല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. സാബി സാൻഡ് വരെ നീണ്ടുകിടക്കുന്ന ഈ പ്രദേശത്ത് അവിടെവിടെയായി അങ്ങിങ്ങായി തല ഉയർത്തി നിൽക്കുന്ന അധികം പൊക്കമില്ലാത്ത മരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്രൂഗർ നാഷണൽ പാർക്കിന്റെ ഇരുവശത്തുമായി 2 നദികളാണുള്ളത്. ഇടതുഭാഗത്തു കൂടി, അതായത് വെസ്റ്റ് ഭാഗത്തു കൂടി ഒഴുകുന്ന നദിയാണ് ഒലിഫാന്റ് എന്ന നദി. മറുഭാഗത്ത് ലെറ്റാബ എന്ന നദിയും ഒഴുകുന്നുണ്ട്. ഈ 2 നദിയും ഒന്നിക്കുന്നയിടത്ത് ക്രൂഗർ നാഷണൽ പാർക്കിന്റെ അവസാന ഭാഗമാണ്. ഏതാണ്ട് വി ഷേപ്പിൽ ഒഴുകി വരുന്ന ഈ നദികളുടെ ഇടയിലാണ് ക്രൂഗർ നാഷണൽ പാർക്ക്, അഥവാ നമ്മുടെ ഈ കഥ നടക്കുന്ന സ്ഥലം. ഈ പ്രദേശത്ത് അവിടെവിടെയായി കാണപ്പെടുന്ന കുളങ്ങളും മറ്റും വന്യമൃഗങ്ങൾക്ക് ഒരു മികച്ച ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനക്കൂട്ടങ്ങൾ, ജിറാഫ്, സീബ്രകൾ, കാട്ടുപോത്തിന്റെ കൂട്ടങ്ങൾ, ഹൈനകൾ, ഹിപ്പോപ്പൊട്ടാമസുകൾ, പലയിനം മാനുകൾ, അതുപോലെയുള്ള അനേകം മൃഗങ്ങൾ നമുക്കിവിടെ സുഫലമായി കാണാൻ സാധിക്കും. അനേക ഇനം പക്ഷികളും പരുന്തുകളും കഴുകന്മാരും പിന്നെ ഇടയ്ക്കിടെ വന്നു പോകുന്ന ദേശാടന പക്ഷികളുമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ആകെ ബഹളമയമായ, മൃഗങ്ങളാൽ തന്നെ സമ്പന്നമായ ഒരിടം തന്നെയാണ് ക്രൂഗർ നാഷണൽ പാർക്ക്. ഇത്രയധികം സസ്യബുക്കുകൾ ധാരാളമായി വസിക്കുന്ന ഇവിടത്തേക്ക് അവയെ വേട്ടയാടി ഭക്ഷിക്കുന്ന മൃഗങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വേട്ടക്കാരിൽ ഏറ്റവും അപകടകാരികളായ മൃഗം തന്നെയാണ് ഇവിടം ഭരിച്ചിരുന്നത്. അതെ, സിംഹങ്ങൾ. അങ്ങനെയുള്ള ഒരു വലിയ സിംഹക്കൂട്ടത്തിന്റെ അതിക്രൂരമായ ഭരണത്തിന്റെയും അവയുടെ അതിക്രൂരമായ അന്ത്യത്തിന്റെയും കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഐ ആം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു ഫ്ലാഷ് ബാക്ക്. ക്രൂഗർ നാഷണൽ പാർക്കിന്റെ പ്രധാന ആകർഷണമായിരുന്ന സിംഹങ്ങളുടെ ഒരു വലിയ കൂട്ടമായിരുന്നു സ്പാർട്ട എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രൈഡ്. ക്രൂഗർ നാഷണൽ പാർക്കിന്റെ തന്നെ മാള എന്ന പ്രദേശത്താണ് ഈ സ്പാർട്ട എന്ന പ്രൈഡ് തമ്പടിച്ചിരുന്നത്. ഒരു ചെറിയ ഗവേഷണത്തിന് വേണ്ടി കുറച്ച് ഗവേഷകർ ഈ സ്പാർട്ട എന്ന പ്രൈഡിനെ നിരന്തരം നിരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. 2000 മുതൽ ദിവസവും ഈ സിംഹങ്ങളുടെ നീക്കങ്ങൾ അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ സ്പാർട്ട പ്രൈഡിന്റെ നിരീക്ഷണം തുടങ്ങിയ നാളുകൾ മുതൽ തന്നെ ഈ ഗ്രൂപ്പിൽ 10 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 5 എണ്ണം ആൺസിംഹങ്ങളും 5 എണ്ണം പെൺസിംഹങ്ങളുമായിരുന്നു. വളരെ ആക്റ്റീവായി തുള്ളിച്ചാടി നടക്കുന്ന ആരോഗ്യമുള്ള സിംഹക്കുട്ടികളായിരുന്നു അവ. ഇതിലെ 5 സിംഹങ്ങളെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഈ 5 സിംഹങ്ങളും. പ്രിട്ടി ബോയ്, റാസ്റ്റ, സ്കാർ, കിങ്കി ടെയിൽ, മിസ്റ്റർ ടി. ഈ സിംഹങ്ങളാണ് മബോഗോ എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ഗവേഷകർ പേര് നൽകിയത് ഇവ വളർന്നതിന് ശേഷമാണ്. ചിലതിന്റെ സ്വഭാവമനുസരിച്ചാണ് അതിന് പേര് നൽകിയത് എങ്കിൽ മറ്റു ചിലതിന്റെ രൂപമനുസരിച്ചും പേരുകൾ നൽകി. അത് വിശദമായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഈ സിംഹക്കുട്ടികളിൽ 1-2 എണ്ണം മറ്റുള്ളവരെക്കാൾ കൂടുതൽ ധൈര്യശാലികളും കുസൃതിയുള്ളതും ഉന്മേഷവാന്മാരുമായിരുന്നു. മറ്റുള്ള സിംഹങ്ങൾ അമ്മമാരുടെ പാലും കുടിച്ച് വെറുതെ ഇരിക്കുമ്പോൾ ഈ സിംഹക്കുട്ടികൾ പരിസരത്ത് കാണുന്ന ചെറിയ ജീവജാലങ്ങളെയും മറ്റും വേട്ടയാടി രസിക്കുമായിരുന്നു. സിംഹങ്ങൾ സാധാരണയായി ഭക്ഷിക്കാത്ത ചെറുമൃഗങ്ങളെ വരെ ഒരു രസത്തിനു വേണ്ടി ഈ സിംഹക്കുട്ടികൾ വേട്ടയാടുമായിരുന്നു. ഇങ്ങനെ കുസൃതികൾ കാണിച്ചുകൊണ്ടും മറ്റും കൂടുതൽ ആക്റ്റീവായി, അല്ലെങ്കിൽ ഭാവിയിലെ ലീഡറായി വളർന്നു വരാൻ സാധ്യതയുണ്ടെന്ന തോന്നലുണ്ടാക്കിയത് ഇതിലെ ഏറ്റവും ഇളയവരായ 2 സിംഹക്കുട്ടികളാണ്. ഈ 5 സിംഹക്കുട്ടികളിൽ 4-ാമൻ, അതായത് പിൽക്കാലത്ത് മിസ്റ്റർ ടി എന്നറിയപ്പെട്ട സിംഹക്കുട്ടിയാണ് കൂടുതൽ പരാക്രമിയായി കാണപ്പെട്ടത്. അതേസമയം തന്നെ തന്റെ ജ്യേഷ്ഠന് എല്ലാ പിന്തുണയും നൽകി എന്ത് കാര്യത്തിനും എപ്പോഴും കൂടെയുണ്ടാകുന്ന ആളായിരുന്നു 5-ാമത്തെ സിംഹക്കുട്ടിയായ കിങ്കി ടെയിൽ. ഇവരുടെ സൗഹൃദവും ഒന്നിച്ചുള്ള കുസൃതികളും ഒക്കെ ഇവയുടെ കുട്ടിക്കാലത്ത് തന്നെ ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ ഈ സൗഹൃദം ഒരിക്കലും മറ്റുള്ള സിംഹങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല. ഇവരുടെ സൗഹൃദം ദൃഢമായി നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു 3 പേരുമായി അകന്നു പോകാതിരിക്കാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സിംഹങ്ങളുടെ കൂട്ടങ്ങളെയാണല്ലോ നമ്മൾ പ്രൈഡുകൾ എന്ന് വിളിക്കുന്നത്. ശരിക്കും പ്രൈഡുകൾ രൂപപ്പെടുന്നത് ആൺസിംഹങ്ങൾ കാരണമല്ല, മറിച്ച് പെൺസിംഹങ്ങൾ കാരണമാണ്.
ഒരു കൂട്ടം പെൺസിംഹങ്ങളുടെ കൂട്ടത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ അതിക്രമിച്ച് കടന്നു വരുന്നവരാണ് ഈ ആൺസിംഹങ്ങൾ. അവർക്ക് ഈ പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്ന കുട്ടികളെയും മറ്റ് സിംഹങ്ങളെയും പുറത്തുനിന്ന് വരുന്ന മറ്റു സിംഹങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് പ്രധാനമായ ജോലി. അതേസമയം തന്നെ ഈ ആൺസിംഹങ്ങൾക്ക് ഒരേ സമയം ഒരു പ്രൈഡിൽ മാത്രമാകില്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. പറ്റുന്നിടത്തൊക്കെ പോയി അവിടെയുള്ള ആൺസിംഹങ്ങളെ കൊലപ്പെടുത്തുകയോ ഓടിക്കുകയോ ചെയ്തതിനു ശേഷം അവിടെ ബന്ധങ്ങൾ സ്ഥാപിക്കും. ഒരാൺസിംഹം ശക്തനാകുന്നത് അവന്റെ സഹോദരന്മാർ കൂടി ചേരുമ്പോഴാണ്. ഇവിടെ നമ്മുടെ സ്പാർട്ട പ്രൈഡിലുള്ള ആൺസിംഹങ്ങൾ വളരെ ശക്തരാണ്. കാരണം അവർ ഇതേ പ്രദേശത്ത് തന്നെ ഒരുപാട് പ്രൈഡുകളിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരു സിംഹം ജനിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രൈം ടൈം വരെ വളർന്നു വരാൻ പ്രധാനമായും വേണ്ടത് ഈ പ്രൈഡിലെ ആൺസിംഹങ്ങൾ ആരോഗ്യമുള്ളവരും ശക്തരുമായിരിക്കണം എന്നതാണ്. അല്ലെങ്കിൽ മറ്റു സിംഹങ്ങൾ കടന്നു വന്ന് ഈ ആൺസിംഹത്തെ കൊല്ലുകയോ അവിടെ നിന്നും ഓടിക്കുകയോ ചെയ്താൽ അവർ ആദ്യം ചെയ്യുന്നത് ഓടിപ്പോയ സിംഹത്തിൽ അവിടെയുള്ള പെൺസിംഹങ്ങൾക്കുണ്ടായ കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്നതാണ്. എന്നിട്ട് അവർ അവരുടെ തലമുറകളെ അവിടെ സൃഷ്ടിക്കും. അതാണ് പൊതുവെ സിംഹങ്ങളുടെ പ്രൈഡുകളിൽ നടന്നു വരുന്ന ജീവിത രീതി. ഇപ്പോൾ നമ്മൾ പറയുന്ന കഥയിലെ സ്പാർട്ട പ്രൈഡിലും 1995 വന്നു ചേർന്ന ആൺസിംഹങ്ങളാണുള്ളത്. അവരെ വെസ്റ്റ് സ്ട്രീറ്റ് ലയൺസ് എന്നാണ് ഈ പ്രൈഡിൽ വരുന്നതിന് മുമ്പ് പറയപ്പെട്ടത്. അവർ വളരെ ശക്തരാണ്. അതിന്റെ പ്രധാന കാരണം അവർ 4-5 വരുന്ന ആൺസിംഹങ്ങളുടെ ഒരു സംഘമാണ്. അവർ ഈ പ്രദേശത്തെ തന്നെ പല പ്രൈഡുകളിലായി അവരുടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും അപകടം ഉണ്ടായാൽ തന്നെ അവർ പരസ്പരം സഹായത്തിനായി എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ സ്പാർട്ട പ്രൈഡിലെ സിംഹക്കുട്ടികൾ ഇപ്പോൾ വളരെ സുരക്ഷിതരാണെന്ന് ഞാൻ പറയാൻ കാരണം. സ്പാർട്ട പ്രൈഡിന് മറ്റൊരു രീതി കൂടിയുണ്ട്. അവർ വേട്ടയാടാൻ പോകുമ്പോൾ അതൊരു ചെറിയ മൃഗത്തിനെയാണെങ്കിലും വലിയ മൃഗത്തിനെയാണെങ്കിലും കൂടെ അവരുടെ കുട്ടികളെയും കൂട്ടും. അത് ചെറുപ്പത്തിലെ തന്നെ വേട്ടകൾ നടത്താനുള്ള പരിശീലനം ഈ കുട്ടികൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. പെൺസിംഹങ്ങൾ തന്നെയാണ് പ്രൈഡുകളിൽ വേട്ടയാടുന്നത്. കാട്ടുപോത്തുകൾ, ജിറാഫുകൾ പോലെയുള്ള വലിയ മൃഗങ്ങളുടെ വേട്ടയ്ക്ക് അത്യാവശ്യമെങ്കിൽ മാത്രമേ ആണുങ്ങൾ അതിൽ ഇടപെടുകയുള്ളൂ. പെണ്ണുങ്ങൾ വേട്ടയാടുന്നതായാലും ആണുങ്ങൾ വേട്ടയാടുന്നതായാലും വേട്ടയാടുന്നതിന്റെ ആദ്യ അവകാശി ആണുങ്ങൾ തന്നെയാണ്. പതിവ് പോലെ ഒരു ദിവസം അതിരാവിലെ തന്നെ കൂട്ടത്തിൽ നിന്നും വഴിതെറ്റി വന്ന ഒരു അവശനായ കാട്ടുപോത്തിനെ സ്പാർട്ട പ്രൈഡിലെ പെൺസിംഹങ്ങൾ വേട്ടയാടി പിടിച്ചു. അവർക്കിടയിലെ നിയമം പോലെ തന്നെ ഈ ഗ്രൂപ്പിന്റെ തലവനായ ആൺസിംഹത്തിന് തന്നെയാണ് ഈ വേട്ടമൃഗത്തിന്റെ ആദ്യ അവകാശമുള്ളത്. കൂടുതൽ ഭാഗവും സ്വന്തമാക്കിയ ആ സിംഹം കാട്ടുപോത്തിന്റെ ശരീരഭാഗങ്ങൾ സാവധാനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഉണ്ടാകാത്ത ഒരു ശീലം ഈ കൊച്ചു സിംഹങ്ങളിൽ 2 പേർ തുടങ്ങിവെച്ചു. ഇവർ പതിയെ ചെന്ന് ഈ വലിയ സിംഹത്തിന്റെ, അതായത് അച്ഛനായ സിംഹത്തിന്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഒരു കൈവീശി അടിച്ചാൽ തന്നെ തല തകർന്ന് നിമിഷങ്ങൾക്കകം മരണപ്പെടാൻ സാധ്യതയുള്ള പ്രവൃത്തിയാണ് ഈ 2 സിംഹക്കുട്ടികളും കൂടി ചെയ്തത്. സാധാരണ അങ്ങനെ നടക്കാറുള്ളതുമാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ സിംഹം ഈ കുട്ടികളെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയും ചെയ്തു. സിംഹങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിചിത്രം തന്നെയാണ്. പിന്നീട് പോകുന്തോറും എല്ലാ തവണയും ഈ സിംഹക്കുട്ടികൾ ഈ രീതി തുടർന്നു പോന്നു. മറ്റൊരു പെൺസിംഹങ്ങളോ കുട്ടിസിംഹങ്ങളോ ഈ പ്രവൃത്തി ചെയ്യാൻ ഒരിക്കലും ധൈര്യപ്പെട്ടിരുന്നില്ല. ഇത്ര ധൈര്യം കാണിച്ച ഈ 2 സിംഹക്കുട്ടികൾ മറ്റാരുമായിരുന്നില്ല. അത് മിസ്റ്റർ ടീയും കിങ്കി ടെയിലും തന്നെയായിരുന്നു. ഈ 5 സിംഹങ്ങളെയും ചെറുപ്പകാലത്ത് തന്നെ നിരീക്ഷിച്ചു വന്ന ഗവേഷകർക്ക് ഒന്നുറപ്പായിരുന്നു: ഭാവിയിൽ ഈ സിംഹങ്ങൾ ശക്തരും വലിയൊരു പ്രദേശത്തെ അടക്കി ഭരിക്കുന്നവരുമായിരിക്കുമെന്ന്. ഒരു സിംഹം ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ വർഷം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ സമയത്താണ് ഇവ മരണപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളത്. അമ്മ സിംഹത്തിന്റെ കണ്ണൊന്ന് വെട്ടിയാൽ ഈ ഗ്യാപ്പിൽ തന്നെ ഈ കുട്ടികളെ റാഞ്ചാൻ കാത്തിരിക്കുന്ന പുലികളും ഹൈനകളും ഒക്കെ അവിടെ സജീവമാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്പാർട്ട പ്രൈഡിലുള്ള ആൺസിംഹങ്ങളും പെൺസിംഹങ്ങളും വളരെ ശക്തരാണ്. അതുകൊണ്ട് തന്നെ ഈ സിംഹങ്ങളുടെ വളരെ അപകടം പിടിച്ച ആദ്യത്തെ വർഷം സുരക്ഷിതം തന്നെയായിരിക്കും. പെൺസിംഹങ്ങൾ എപ്പോഴും ഒരേ പ്രൈഡിൽ തന്നെ സ്ഥിരമായി ഉണ്ടാകും. പക്ഷേ ആൺസിംഹങ്ങൾ വലുതാകുന്നതിന് ശേഷം അനേക ദൂരം സഞ്ചരിച്ച് മറ്റു പ്രൈഡുകളെ തേടിപ്പിടിച്ച് അവിടെയുള്ള ആൺസിംഹങ്ങളെ തുരത്തിയതിനു ശേഷം തൻ്റെതായ സാമ്രാജ്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആൺസിംഹങ്ങൾ അവ ജനിക്കുന്ന പ്രദേശത്ത് നിന്നും വളരെയധികം കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കേണ്ടതായി വരും. പെൺസിംഹങ്ങൾ വേട്ടയാടി ആഹാരം സമ്പാദിക്കുമ്പോൾ ആൺസിംഹങ്ങൾ തങ്ങളുടെ അധികാര പ്രദേശത്ത് കറങ്ങി നടക്കുകയും അവിടേക്ക് മറ്റു സിംഹങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അഥവാ അങ്ങനെയുള്ള സിംഹങ്ങൾ കടന്നു വന്നാൽ തന്നെ ഒന്നുകിൽ അവയെ ഓടിക്കുകയോ അതല്ലെങ്കിൽ അവയുമായി ഏറ്റുമുട്ടി കൊലപ്പെടുത്തുകയോ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ആൺസിംഹത്തിന്റെ തലമുറയാണ് അവിടെയുള്ള പെൺസിംഹങ്ങളിൽ ഉണ്ടായ കുട്ടികൾ. അവയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കടന്നു വരുന്ന മറ്റു സിംഹങ്ങളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. കാറ്റ് വർഗത്തിൽപ്പെട്ട മൃഗങ്ങളിൽ വെച്ച് നോക്കിയാൽ തങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കുന്നത് സിംഹങ്ങൾ തന്നെയാണ്. ഒരു സമൂഹമായി ഒത്തുകൂടി കഴിഞ്ഞാൽ അവർ വളരെ ശക്തരും, മികച്ച വേട്ടക്കാരുമായി മാറും. ഏതായാലും ഇപ്പോൾ സ്പാർട്ട പ്രൈഡിലുള്ളത് 10 കുഞ്ഞുങ്ങളാണ്. 2 ആൺസിംഹങ്ങളും 1 പെൺസിംഹവുമാണ്. 2 ആൺസിംഹങ്ങൾ 1 പെൺസിംഹം. 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 2 ആൺസിംഹങ്ങൾ 1 പെൺസിംഹം
ഒരു വലിയ കുടുംബമായതോടുകൂടി തന്നെ അവർക്ക് ഭക്ഷിക്കാനുള്ള ഇരകളും വലുത് തന്നെയായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഈ സ്പാർട്ട പ്രൈഡിലെ പെൺസിംഹങ്ങൾ വളരെ മികച്ച വേട്ടക്കാർ തന്നെയാണ്. അവർ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു വലിയ ജിറാഫിനെയാണ്. ജിറാഫിനെ ലക്ഷ്യം വയ്ക്കുക എന്നത് സിംഹങ്ങൾക്ക് പോലും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിന്റെ പ്രധാന കാരണം ജിറാഫിന്റെ ഉയരം തന്നെയാണ്. ജിറാഫിന്റെ ഒരു ചവിട്ടിൽ തന്നെ സിംഹം മരണപ്പെടാനും സാധ്യതയുണ്ട്. ജിറാഫിനെ വേട്ടയാടുക എന്നത് വളരെ അപകടം പിടിച്ച കാര്യം തന്നെയാണ്. എങ്കിലും വിജയിച്ചാൽ ആ വലിയ പ്രൈഡിന് ഒരാഴ്ചത്തേക്ക് മറ്റ് വേട്ടകൾ നടത്താതെ തന്നെ കഴിക്കാനുള്ള ഭക്ഷണം ലഭിക്കും. മണിക്കൂറുകൾ ഈ ജിറാഫിന്റെ ചുറ്റും നിന്ന് ഇടതടവില്ലാതെ ആക്രമണം അഴിച്ചു വിടുകയാണ് ഈ പെൺസിംഹങ്ങൾ. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജിറാഫിനെ വേട്ടയാടാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുവരെ വേട്ടയിൽ ഇടപെടാതെ മാറി നിന്ന നമ്മുടെ മബോഗോ സിംഹങ്ങളുടെ പിതാവായ സിംഹം വേട്ടയുടെ ഭാഗമാകുന്നു. അതിനുശേഷം അരമണിക്കൂർ കൊണ്ട് ഈ ജിറാഫിനെ വീഴ്ത്താൻ അവർക്ക് സാധിച്ചു. പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു ജിറാഫിന്റെ ഭാരം ഏകദേശം 1500 കിലോയോളം വരും. അതായത് വരുന്ന കുറച്ച് ദിവസത്തേക്ക് സ്പാർട്ട പ്രൈഡിന് സുഭിക്ഷമായ ഭക്ഷണം ലഭിക്കുന്നു. സാബിസാൻഡിൽ ഓരോ ചുവടിലും ചെറിയ സിംഹങ്ങളുടെ ജീവന് വെല്ലുവിളിയാണ്. മിസ്റ്റർ ടിയുടെയും കിങ് ടെയിലിന്റെയും ചെറുപ്പകാലത്തിലും ഇതുപോലെയുള്ള വലിയ അപകടങ്ങൾ അവരെ തേടിയെത്തിയിരുന്നു. ക്രൂഗർ നാഷണൽ പാർക്കിലെ സിംഹങ്ങളുടെ പ്രധാന ഭക്ഷണം ഈ ഭാഗത്തുണ്ടായിരുന്ന കാട്ടുപോത്തുകൾ തന്നെയാണ്. അവയെ വേട്ടയാടുക എന്നത് വളരെ അപകടം പിടിച്ച ഒന്ന് തന്നെയാണ്. ഈ പ്രദേശത്തെ കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടത്തിൽ 1400-ലധികം കാട്ടുപോത്തുകൾ ഉണ്ടാകാറുണ്ട്. പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു കാട്ടുപോത്തിന്റെ ശരീരഭാരം ഏതാണ്ട് 900 കിലോയോളം ഉണ്ടാകാറുണ്ട്. അതായത് ഒരു പെൺസിംഹത്തിന്റെ ഭാരത്തേക്കാൾ 6 ഇരട്ടിയും ആൺസിംഹത്തിന്റെ ഭാരത്തേക്കാൾ 4 ഇരട്ടിയും കൂടുതൽ. വളഞ്ഞതും മൂർച്ച കൂടിയതുമായ ശക്തമായ കൊമ്പുകളാണ് ഇവയ്ക്കുള്ളത്. ഈ കൊമ്പുകൾ വേട്ടയ്ക്കിടയിൽ സിംഹങ്ങൾക്ക് വലിയ ഭീഷണി തന്നെയാണ്. ഒരു കാട്ടുപോത്തിനെ സിംഹങ്ങൾ വേട്ടയാടുന്നത് കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ സിംഹങ്ങൾക്ക് പരിക്കോ അതല്ലെങ്കിൽ മരണമോ സംഭവിക്കാൻ 50-50 ചാൻസ് ആണ് ഉള്ളത്. സാധാരണയായി സിംഹങ്ങൾ ഒരു വലിയ കാട്ടുപോത്തിന്റെ ഗ്രൂപ്പിനെ കണ്ടാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ മാത്രമായിരിക്കും ലക്ഷ്യം വയ്ക്കുന്നത്. അത് ഒറ്റപ്പെട്ടുപോയ ഒരു കാട്ടുപോത്താണെങ്കിൽ അതിനെ സിംഹങ്ങൾ ആക്രമിക്കുന്നതിനിടയിൽ കാട്ടുപോത്ത് ഉറക്കെ ശബ്ദമുണ്ടാക്കുകയും മറ്റ് കാട്ടുപോത്തുകളെ വിളിച്ച് വരുത്തുകയും ചെയ്യും. ഈ സമയത്ത് കൂട്ടത്തോടെ വരുന്ന 1000-ലധികം കാട്ടുപോത്തുകൾ സിംഹങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. കൂട്ടത്തോടെ തന്നെ കൂറ്റൻ കാട്ടുപോത്തുകൾ സിംഹങ്ങൾക്ക് നേർക്ക് പാഞ്ഞെടുക്കും. കാട്ടുപോത്തുകളുടെ മുന്നിൽപ്പെട്ടാൽ സിംഹങ്ങളെ അവ കൊമ്പിൽ കുരുത്ത് ചുഴറ്റിയെറിയും. ഈ സിംഹം വന്ന് വീഴുന്നത് മറ്റൊരു കാട്ടുപോത്തിന്റെ മുന്നിലാണെങ്കിൽ വീണ്ടും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഈ അവസ്ഥയിൽ ഓടി രക്ഷപ്പെടുകയല്ലാതെ മറ്റൊന്നും സിംഹങ്ങൾക്ക് ചെയ്യാനാകില്ല. ഇങ്ങനെയുള്ള വേട്ടകൾ അപകടം കൂടിയതാണെങ്കിലും അവർക്കത് ചെയ്തേ മതിയാകൂ. കാട്ടുപോത്തുകളുടെ വേട്ട നടത്തുമ്പോൾ സ്പാർട്ട സിംഹങ്ങൾ തങ്ങളുടെ കുട്ടികളെയും കൂടെ കൂട്ടാറുണ്ട്. വേട്ടയിലും ഈ കുട്ടികളും മറ്റും വലിയ സിംഹങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള വേട്ടകളിലാണ് കുട്ടികളായ സിംഹങ്ങൾ വലിയ വേട്ടകൾ നടത്തുന്നത് എങ്ങനെയെന്ന് കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കാട്ടുപോത്തുകളുടെ വേട്ടയിൽ 100-ൽ 90 തവണയും വേട്ടയാടുന്ന സിംഹങ്ങളെ അവ വിരട്ടി ഓടിക്കുകയോ കൊമ്പിൽ കൊരുത്ത് കൊലപ്പെടുത്തുകയോ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു വേട്ടയിൽ കൂട്ടത്തോടെ തിരിച്ചാക്രമിച്ച കാട്ടുപോത്തുകളുടെ ഒരു വലിയ കൂട്ടത്തിനിടയിൽ സ്പാർട്ട പ്രൈഡിലെ ഈ 10 സിംഹങ്ങളും പെട്ടുപോയി. കാട്ടുപോത്തുകളുടെ ആക്രമണം വളരെ അപ്രവചനീയമായ ഒന്നാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും കാണാൻ സാധിക്കില്ല. കൂട്ടത്തോടെയുള്ള ആക്രമണമായതുകൊണ്ട് തന്നെ പൊടിയും മണ്ണും ഒക്കെ നിറഞ്ഞ് ആകെ ഒരു യുദ്ധക്കളമായി മാറും. അവിടെ വലിയ സിംഹങ്ങളൊക്കെ തന്നെ അവരാൽ കഴിയുന്ന രീതിയിൽ അവിടെ നിന്നും ഓടിമാറി. ചില സിംഹങ്ങൾ അടുത്തുണ്ടായിരുന്ന ചെറിയ മരങ്ങളിൽ കയറി ജീവൻ രക്ഷിച്ചു. പക്ഷേ ഈ 10 കുട്ടി സിംഹങ്ങൾക്കും ഓടി മാറാൻ പറ്റാത്ത അവസ്ഥയായി. ഏതാണ്ട് കാട്ടുപോത്തിന്റെ കൂട്ടത്തിന്റെ നടുക്ക് അവർ പെട്ടുപോയി. കാട്ടുപോത്തിനിടയിൽപ്പെട്ട കുട്ടികളെ കാട്ടുപോത്തുകളും കൊമ്പിൽ ചുഴറ്റി എറിയാൻ തുടങ്ങി. അതിൽ ചില സിംഹക്കുട്ടികൾ കാട്ടുപോത്തുകളുടെ കുളമ്പുകൾക്കടിയിൽ പെട്ടുപോകുന്നു. ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ കൂട്ടത്തോടെ അവിടെയും ഇവിടെയും കൊമ്പും കുലുക്കി നടന്ന കാട്ടുപോത്തുകൾ അവിടെ നിന്നും പിന്മാറിയപ്പോൾ മുതിർന്ന സിംഹങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ തേടി അവിടെ എത്തുന്നു. കാട്ടുപോത്തിന്റെ ഈ ആക്രമണത്തിൽ 5 കുട്ടി സിംഹങ്ങളാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. പക്ഷേ മരണപ്പെട്ട 5 സിംഹങ്ങളും പെൺസിംഹങ്ങളായിരുന്നു. പ്രിറ്റി ബോയ്, റാസ്റ്റ, സ്കാർ, കിങ്കി ടെയിൽ, മിസ്റ്റർ ടി എന്നീ സിംഹങ്ങൾ ഒരു പരിക്കു പോലുമില്ലാതെ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ നിന്നും വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഈ 5 സഹോദരങ്ങൾക്കും ഭാവിയിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന് ഗവേഷകർക്കും തോന്നി. ഒരു പക്ഷേ ഈ അപകടത്തിൽ ഈ 5 സഹോദര സിംഹങ്ങളും കൂടി മരണപ്പെട്ടിരുന്നുവെങ്കിൽ പിന്നീട് ലോകപ്രശസ്തമായ മബോഗോ എന്നറിയപ്പെട്ട സഖ്യം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഈ 5 സഹോദരങ്ങളും തങ്ങളുടെ ജനനശേഷമുള്ള ഏറ്റവും അപകടകരമായ 1.5 വർഷം മറികടന്നു. ഈ കാലയളവിനുള്ളിൽ അവരെ തേടി അനവധി പ്രതിബന്ധങ്ങൾ കടന്നു വന്നുവെങ്കിലും അവർ അതിനെയെല്ലാം മറികടന്നു. ഇപ്പോഴവർ കുട്ടിക്കാലം കടന്നുപോയ ആരോഗ്യമുള്ള സിംഹങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതേ സമയത്താണ് അവർക്ക് മറ്റൊരു വ്യത്യസ്തമായ വെല്ലുവിളി നേരിടേണ്ടി വന്നത്. 2003-ൽ മാലാമാല പ്രദേശത്ത് സ്പാർട്ട പ്രൈഡിന്റെ പ്രദേശത്തേക്ക്
ഒരു ആൺസിംഹം എവിടെ നിന്നോ കടന്നു വരുന്നു. മിസ്റ്റർ ടി അടങ്ങുന്ന ചെറുസിംഹങ്ങളെക്കാൾ 2 വയസ്സെങ്കിലും കൂടുതലുണ്ടായിരുന്ന വളരെ ആരോഗ്യവാനായ ഒരു ആൺസിംഹമായിരുന്നു അത്. ഒരു പുതിയ സിംഹം കടന്നു വന്നാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. അത് പ്രൈഡിലെ ചെറിയ സിംഹങ്ങളുടെയൊക്കെ ജീവന് വെല്ലുവിളിയാണ്. ഗവേഷകരൊക്കെ മബോഗോ സിംഹങ്ങളുടെ ആദ്യത്തെ വെല്ലുവിളിയായി ഇതിനെ കണ്ടു. ഒരു വലിയ ഏറ്റുമുട്ടൽ അവിടെ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെയും മബോഗോ സിംഹക്കുട്ടികൾക്ക് ഭാഗ്യം തുണച്ചു. സ്പാർട്ട പ്രൈഡിലേക്ക് വന്നു കയറിയ പുതിയ സിംഹം ഈ കുട്ടികളെ ആക്രമിക്കാൻ തുനിഞ്ഞതേയില്ല. ശരിക്കും മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പ്രൈഡിൽ അവിടേക്ക് കടന്നു ചെന്ന ചില സിംഹങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടി വന്നതാണ് ഈ സിംഹം. സാധാരണ മറ്റൊരു സിംഹം പ്രൈഡിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രൈഡിലുള്ള സിംഹങ്ങൾ ഒന്നുകിൽ അതിനെ തുരത്തുകയോ അതല്ലെങ്കിൽ ആക്രമിച്ചു കൊലപ്പെടുത്തുകയോ ചെയ്യും. ഈ സിംഹം കടന്നു വന്നപ്പോൾ സ്പാർട്ട പ്രൈഡിലെ ഒരു സിംഹങ്ങളും അതിനെ ആക്രമിക്കാനോ അതിനെ തുരത്താനോ തുനിഞ്ഞില്ല. മറിച്ച് അതിനെ പ്രൈഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഇതിന്റെ പ്രധാന കാരണമായി ഗവേഷകർ പറയുന്നത് ഈ വന്നു കയറിയ സിംഹവും നമ്മുടെ മബോഗോ സിംഹക്കുട്ടികളുടെ പിതാവായ സിംഹത്തിന്റെ അതേ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരു പ്രൈഡിൽ പിറന്ന സിംഹക്കുട്ടി ആയതുകൊണ്ടാകണം എന്നാണ്. അതുകൊണ്ടാണ് ഈ പ്രൈഡിന്റെ തലവനായ മബോഗോ സിംഹങ്ങളുടെ പിതാവ് പോലും ഈ വന്നു കയറിയ സിംഹത്തെ ആക്രമിക്കുകയോ തുരത്താൻ ശ്രമിക്കുകയോ ചെയ്യാതിരുന്നത്. അങ്ങനെ വീണ്ടും 1 വർഷം കൂടി കടന്നുപോയി. ഇതിനിടയ്ക്ക് വെച്ച് തന്നെ ഈ വന്നു കയറിയ സിംഹം അത് പൂർണ്ണമായും സ്പാർട്ട പ്രൈഡിന്റെ ഭാഗമായി മാറി. ഈ സിംഹത്തിനും ഗവേഷകർ ഒരു പേര് നൽകി. അതാണ് മകൂലു. അവൻ ഈ പ്രൈഡിന്റെ വെറുമൊരു ഭാഗമായി എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഈ 5 മബോഗോ സിംഹക്കുട്ടികളുടെയും ഒരു വല്യേട്ടൻ സ്ഥാനം ഈ സിംഹം നേടിയെടുത്തു. ഇതിനിടയിൽ തന്നെ മിസ്റ്റർ ടീക്കും കിങ്കി ടെയിലിനും ഇടയിലുള്ള ഈ ആത്മബന്ധം കൂടുതൽ ദൃഢമായി വരികയും അതുകൊണ്ട് തന്നെ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് തന്നെ കാണപ്പെടുകയും ചെയ്തു. മിസ്റ്റർ ടി കൂടുതൽ ആക്രമണകാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കിങ്കി ടെയിൽ തന്റെ സഹോദരന്റെ എല്ലാ ആക്രമങ്ങൾക്കും കൂട്ടുനിൽക്കുകയും എപ്പോഴും കൂടെ കാണുകയും ചെയ്യുന്ന ഒരു സന്തത സഹചാരിയായി മാറിക്കഴിഞ്ഞിരുന്നു. എപ്പോഴും, അതായത് 24 മണിക്കൂറും തന്റെ സഹോദരന് എന്ത് സഹായം നൽകാനും ഈ കിങ്കി ടെയിൽ തയ്യാറായിരുന്നു. ഇരു സിംഹങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് സമയം കഴിച്ചുകൂട്ടാനും വളരെയധികം ഇഷ്ടവുമായിരുന്നു. പക്ഷേ ഈ വളർന്നു വരുന്ന ആൺസിംഹങ്ങൾക്ക് സമാധാനപരമായ ജീവിതം അധിക നാൾ ഉണ്ടാകാറില്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രായമായി കഴിഞ്ഞാൽ ആൺസിംഹങ്ങൾക്ക് സ്വന്തം കുടുംബത്തിൽ നിൽക്കാൻ സാധിക്കില്ല. അവർക്ക് സ്വന്തം വഴി നോക്കി പോകേണ്ടി വരും. 2004 അത് സംഭവിച്ചു. ഈ 5 മബോഗോ സിംഹങ്ങൾക്കൊപ്പം ആ പ്രൈഡിലേക്ക് വന്നു കയറിയ മകൂലു എന്ന സിംഹത്തെയും കൂട്ടി സ്പാർട്ട പ്രൈഡിൽ നിന്നും പിതാവായ സിംഹം തുരത്തി ഓടിച്ചു. ഇപ്പോൾ ഈ 6 സിംഹങ്ങളും സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം വേട്ടയാടി ജീവിക്കാനും നിർബന്ധിതരാണ്. പക്ഷേ ഇപ്പോഴവർക്ക് പ്രത്യേകം ഒരു പ്രദേശമില്ല. അവരുടെ കൂട്ടത്തിൽ വേട്ടയാടാൻ പെൺസിംഹങ്ങളും ഇല്ല. സിംഹങ്ങളുടെ ഈ പീരീഡും വളരെ സംഘർഷഭരിതം തന്നെയാണ്. ഈ സമയത്ത് കൂടുതൽ ശക്തരായ ആൺസിംഹങ്ങളുമായി കണ്ടുമുട്ടാനും അവ തമ്മിൽ ഏറ്റുമുട്ടാനും സാധ്യതയുമുണ്ട്. പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടാനും വളരെയധികം സാധ്യതയാണ്. പക്ഷേ ഇവിടെയും വിധി ഈ സിംഹങ്ങൾക്ക് അനുകൂലമാണ്. കാരണം അവർ ഒറ്റയ്ക്കല്ല പ്രൈഡിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. 6 സിംഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രശ്നം മുന്നിൽ ഉണ്ടായാൽ തന്നെ ഈ 6 പേരും ഒന്നിച്ച് അതിനെ നേരിടാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മബോഗോ എന്ന സിംഹ ഗ്രൂപ്പ് ഇപ്പോഴാണ് രൂപീകൃതമായി കഴിഞ്ഞത്. ഇനി ഈ സിംഹങ്ങൾക്ക് അവരുടെ ജീവിതയാത്രയിൽ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് അവരുടേതായ പ്രദേശം കെട്ടിപ്പടുക്കാനും അവിടെ ആധിപത്യം സ്ഥാപിക്കാനും സാധിക്കും. ദിവസങ്ങൾ കടന്നു പോകും തോറും കാണാൻ ഒരേപോലെ തോന്നിയിരുന്ന ഈ 6 സിംഹങ്ങളും വളർന്നു വന്നതോടെ തിരിച്ചറിയാൻ സാധിക്കുന്ന വിധം മാറ്റങ്ങൾ വന്നു തുടങ്ങി. സിംഹങ്ങൾക്ക് അവരവരുടേതായ രൂപം വന്ന സ്ഥിതിക്ക് നമുക്ക് അവരെയൊക്കെ കണ്ടാൽ തിരിച്ചറിയത്തക്ക വിധം ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേത് മകൂലു. ഏറ്റവും പ്രായം കൂടിയതും ശരീരവലിപ്പത്തിൽ ഏറ്റവും മുന്നിലുള്ളതുമായ സിംഹമാണ് മകൂലു. കറുത്ത വലിയ സടകൾ ഇവനെ അതിസുന്ദരനാക്കുന്നു. രണ്ടാമത്തേതാണ് പ്രിറ്റി ബോയ്. ഇവനും കാണാൻ വളരെ ഭംഗിയുള്ള സിംഹമാണ്. മൂന്നാമത്തെ സിംഹമാണ് സ്കാർ. ഈ സിംഹത്തെ സ്ക്യൂച്ച് പെൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ സിംഹത്തിന്റെ മുതുകിൽ നീളത്തിലുള്ള ഒരു അടയാളമുണ്ടായിരുന്നു. ഈ അടയാളത്തിലാണ് സ്കാറിനെ എല്ലാവരും തിരിച്ചറിയുന്നത്. നാലാമത്തെ സിംഹമാണ് റസ്റ്റ. റസ്റ്റയെ ഡ്രെഡ് ലോക്സ് എന്നും അറിയപ്പെടും. ഈ സിംഹത്തിന്റെ സട കുറച്ച് കട്ടിപിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഡ്രെഡ് ലോക്സ് എന്ന പേരിൽ റസ്റ്റ അറിയപ്പെട്ടത്. അഞ്ചാമത്തെ സിംഹമാണ് മിസ്റ്റർ ടി. ഈ 6 സിംഹങ്ങളിലും ഏറ്റവും മനോഹരമായ സടകളുള്ള സിംഹമാണ് മിസ്റ്റർ ടി. ആറാമനാണ് കിങ്കി ടെയിൽ. ഈ 6 സിംഹങ്ങളിലും വളരെ വ്യത്യസ്തമായ ഒരു വാലാണ് കിങ്കി ടെയിലിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവനെ കിങ്കി ടെയിൽ എന്ന് വിളിച്ചിരുന്നത്. ഈ 6 സിംഹങ്ങളുമാണ് മബോഗോ എന്ന സിംഹ ഗ്രൂപ്പ്. മബോഗോ എന്നാൽ സേഫ്റ്റി ഗ്രൂപ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രൈഡ് വിട്ടുവരേണ്ടി വരുന്ന സിംഹങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് ഈ സിംഹങ്ങളുടെ സ്വഭാവം മെച്ചുവർ ആയിരിക്കില്ല എന്നതാണ്.
മാത്രമല്ല ആൺസിംഹങ്ങളായതുകൊണ്ട് തന്നെ വളരെ അലസരായിരിക്കും ഈ സമയത്ത് സിംഹം. ഇതൊക്കെ കൊണ്ട് തന്നെ ആദ്യത്തെ വേട്ടയാടൽ നടത്താൻ അവർ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. മപോഗോ സിംഹങ്ങൾ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ വലിയ മൃഗങ്ങളുടെ വേട്ട നടത്തിയിട്ടില്ല. ഇനി അവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, ജീവനോടെ ഇരിക്കണമെങ്കിൽ അവർക്ക് വേട്ടയാടിയേ മതിയാവൂ. ഉടൻ തന്നെ ഒരു വലിയ വേട്ട നടത്താനുള്ള മാനസികമായ ശേഷിയോ തയ്യാറെടുപ്പോ ഒന്നും ഈ 6 സിംഹങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. 6 സിംഹങ്ങൾ ഉണ്ടെങ്കിലും വേട്ട നടത്തേണ്ട രീതികളും മറ്റും കൈവശമാക്കാൻ അവർക്ക് കുറച്ച് സമയമെടുക്കും. ആദ്യ ദിവസങ്ങളിൽ അവർ പ്രായാധിക്യം മൂലമോ മറ്റോ മരണപ്പെട്ട കാട്ടുപോത്തുകളുടെയും മറ്റും ശവശരീരങ്ങൾ ഭക്ഷിക്കേണ്ടി വന്നു. ചില ഘട്ടങ്ങളിൽ ഇവർക്ക് മുന്നിൽ വന്നുപെട്ട ചില ഒറ്റപ്പെട്ട പെൺസിംഹങ്ങളെ ഇവർ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ഭക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ദിവസങ്ങൾ അവർ അവരുടെ യാത്ര മുന്നോട്ട് തുടർന്നു. ഇടയ്ക്ക് പൂർണ്ണ വളർച്ചയെത്തിയ അതിശക്തരായ സിംഹങ്ങളെ അവർ നേരിൽ കാണുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഈ ആൺസിംഹങ്ങൾക്ക് മുന്നിൽ നിന്നും ജീവൻ രക്ഷിക്കാനായി അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ഈ 6 പേരും ചെയ്തത്. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി അവർ മുന്നിൽ കാട്ടുപോത്തിന്റെ ഒരു കൂട്ടത്തെ കാണുന്നു. ഈ 6 സിംഹങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിച്ചിട്ടില്ല. അവിടെയും ഇവിടെയും ഒക്കെ കിടന്ന് കിട്ടുന്ന ശരീരഭാഗങ്ങളും മറ്റും മാത്രം ഭക്ഷണമാക്കാൻ ശ്രമിച്ചാൽ അവർ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഇനി ജീവൻ നിലനിർത്തണമെങ്കിൽ, അതിശക്തമായ സിംഹങ്ങളായി അവർക്ക് പരിണമിക്കണമെങ്കിൽ ഭക്ഷണം ആവശ്യമാണ്. മപോഗോ സിംഹങ്ങൾ ഒന്നിച്ച് ഈ കാട്ടുപോത്തുകളുടെ കൂട്ടത്തിലേക്ക് കുതിക്കും. വിശപ്പിനാൽ അലഞ്ഞു കഴിഞ്ഞിരുന്ന ഈ 6 സിംഹങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാട്ടുപോത്തിനെ ക്ഷണനേരം കൊണ്ട് കീഴടക്കി. 6 പേരും മത്സരിച്ച് കാട്ടുപോത്തിനെ ഭക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയൊക്കെ അവർ ആക്രമിച്ചു. കൂട്ടത്തിൽ കുതിരകളും ഹിപ്പോപ്പൊട്ടാമസുകളും വരെ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ മാതാപിതാക്കളെ പോലെ തന്നെ അവർ ഒരു പരിക്ക് പോലും പറ്റാതെ ഒരു ജിറാഫിനെ വേട്ടയാടുന്നതിൽ വിജയിക്കുകയും ചെയ്തു. ഇവരുടെ ഇപ്പോഴത്തെ ഈ ജീവിതഘട്ടത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നാൽ അവർ വേട്ടയാടുന്നത് 6 പേരും ഒരുമിച്ച് തന്നെയായിരുന്നു. കിങ്കി ടെയിൽ തൻ്റെ മുന്നിൽ കാണുന്ന ഒരു മൃഗത്തെയും വിടാതെ വേട്ടയാടുമായിരുന്നു. മാത്രമല്ല കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടാനും കഴിവുള്ളത് കിങ്കി ടെയിലിന് തന്നെയായിരുന്നു. മപോഗോ ഗ്രൂപ്പ് ഏത് മൃഗത്തെയാണ് ലക്ഷ്യം വെക്കേണ്ടതെന്ന തീരുമാനമെടുക്കുന്നത് മകൂലു തന്നെയായിരുന്നു. ആദ്യ ആക്രമണം നടത്തുന്നതും അവൻ തന്നെയായിരുന്നു. പിന്നീടാണ് കിങ്കി ടെയിലിന്റെ അവസരം വരുന്നത്. കഴുത്തിൽ കടിച്ചു തൂങ്ങി തറയിലേക്ക് അമർത്തി ക്ഷണനേരം കൊണ്ട് ഇരയുടെ ജീവനെടുക്കും അവൻ. വേട്ടകളിൽ കിങ്കി ടെയിലിന് താളം തെറ്റിയെന്നറിയുമ്പോഴാണ് യഥാർത്ഥ ഹീറോ മുന്നോട്ട് വരുന്നത്, മിസ്റ്റർ ടി. കിങ്കി ടെയിലിനേക്കാളും വേഗതയും ആക്രമണ മനോഭാവവും അവനെ കൂടുതൽ അപകടകാരിയാക്കി. സിംഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടം നിറഞ്ഞതായ വേട്ടയാണ് കാട്ടുപോത്തുകളെ വേട്ടയാടുക എന്നത്. ഈ 6 സിംഹങ്ങളും ഇപ്പോൾ കാട്ടുപോത്തുകളുടെ വേട്ട നടത്താൻ മിടുക്കന്മാരായി കഴിഞ്ഞു. ദിവസങ്ങൾ കടന്നു പോകും തോറും ഈ സിംഹങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നുണ്ട്. അപ്പോഴേക്കും കൂട്ടത്തിലെ ഒരു സിംഹം കൂടുതൽ അക്രമകാരിയും പിടിക്കുന്ന ഇരകളിൽ കൂടുതൽ അവകാശം കാണിക്കാനും ചെയ്യാൻ തുടങ്ങി. അത് മറ്റാരുമായിരുന്നില്ല, മിസ്റ്റർ ടി തന്നെയായിരുന്നു. വേട്ടയാടുന്ന ഇരകളിൽ കൂടുതൽ ഭാഗവും ഭക്ഷിക്കുന്നത് മിസ്റ്റർ ടി തന്നെയായിരുന്നു. അതിനുവേണ്ടി സ്വന്തം സഹോദരന്മാരോട് പോലും അടികൂടാൻ അവൻ തയ്യാറായിരുന്നു. നോക്കൂ, മപോഗോ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ സിംഹമാണ് മിസ്റ്റർ ടി. എന്നിട്ടും ഈ ഗ്രൂപ്പിന്റെ പൂർണ്ണ അധികാരം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ അവൻ തുടങ്ങിക്കഴിഞ്ഞു. ആഫ്രിക്കൻ വനങ്ങളിലെ സിംഹങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള സിംഹങ്ങളായി കരുതപ്പെടുന്നത് കറുത്ത ജടയുള്ള സിംഹങ്ങളെയാണ്. ഈ കൂട്ടത്തിൽ കറുത്ത ജടയുള്ള ഒരേ ഒരു സിംഹം മാത്രമേ ഉള്ളൂ, അത് മകൂലു ആണ്. സിംഹങ്ങളുടെ ഏറ്റുമുട്ടലിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയും ഈ കറുത്ത ജടയുള്ള സിംഹങ്ങൾക്കാണ്. മപോഗോ ഗ്രൂപ്പിൽ ആദ്യമൊക്കെ തൻ്റെ അധികാരം മകൂലു സ്ഥാപിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ടിക്ക് തൻ്റെ അവസരത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ മകൂലു എന്ന സിംഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് മപോഗോ സഖ്യം വളരെ ശക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഈ സംഘം ഏതൊരു പ്രദേശവും അടക്കി ഭരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. മപോഗോ സഖ്യം നടത്താൻ പോകുന്ന അതിക്രൂരമായ രക്തരൂക്ഷിത ആക്രമണങ്ങൾക്ക് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. മപോഗോ സഖ്യം തങ്ങളുടെ ആദ്യത്തെ പ്രദേശം പിടിച്ചെടുക്കാൻ തയ്യാറാവുകയാണ്. 2006 മകൂലുവിന്റെ നേതൃത്വത്തിൽ പ്രിറ്റി ബോയ്, റാസ്റ്റ, സ്കാർ, കിങ്കി ടെയിൽ, മിസ്റ്റർ ടി എന്നിവർ ക്രുഗർ നാഷണൽ പാർക്കും കടന്ന് സാബി സാൻഡ് എന്ന പ്രദേശത്തേക്ക് കടന്നു പോവുകയാണ്. സാബി സാൻഡ് എന്ന പ്രദേശം അന്നുവരെ ഇത്രയധികം ക്രൂരമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നില്ല. പലപ്പോഴും ഈ 6 സിംഹങ്ങളെയും ഒരേ സമയം ഒരു സ്ഥലത്ത് കാണുക എന്നത് വളരെ വിരളമായ സംഭവമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ 6 സിംഹങ്ങളും ഒരുമിച്ച് ഒരേ കുളത്തിൽ വെള്ളം കുടിക്കാൻ വന്നു. ഗവേഷകർക്ക് അതൊരു അത്യപൂർവ കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ അത് ഈ 6 സിംഹങ്ങളുടെയും ഒരു തയ്യാറെടുപ്പായിരുന്നു, ആ പ്രദേശത്തെ തങ്ങളുടെ ഭരണം തുടങ്ങാനുള്ള തയ്യാറെടുപ്പ്. മകൂലുവിന്റെ നേതൃത്വത്തിൽ മപോഗോ സഖ്യം സാബി സാൻഡിന്റെ വടക്ക് ദിക്കിലേക്ക് കടന്നു വന്നു. ഈ പ്രദേശം അന്ന് ഭരിച്ചിരുന്നത് ശക്തരായ 4 സിംഹങ്ങളുടെ സഖ്യമാണ്. സാധാരണ സിംഹങ്ങൾ ഒരു പുതിയ പ്രദേശത്തേക്ക് എത്തിയാൽ
കുറച്ചു ദിവസം ശാന്തമായി അവിടെ മുഴുവൻ ചുറ്റിത്തിരിയും. മബോഗോ സിംഹങ്ങൾ അവിടേക്ക് കടന്നു വന്നത് ശരിക്കും ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. വന്നതും ഈ പ്രദേശത്ത് അധികാരം സ്ഥാപിക്കാനായി ഉറക്കെ ഗർജിക്കാനും തുടങ്ങി. ഈ പ്രദേശത്തുണ്ടായിരുന്നത് ഒട്ടാവ എന്ന പേരിലുള്ള ഒരു പ്രൈഡാണ്. 4 ഒരേ പ്രായത്തിലുള്ള ശക്തരായ സിംഹങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ പ്രൈഡിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്നത്. മബോഗോ സഖ്യം ഈ പ്രദേശത്തേക്ക് കടന്ന സമയത്ത് ഒട്ടാവ പ്രൈഡിൽ പല സിംഹങ്ങൾക്കായി 6 മാസത്തിൽ കൂടുതൽ പ്രായം വരുന്ന കുഞ്ഞു സിംഹങ്ങളും ഉണ്ടായിരുന്നു. മബോഗോ എന്ന സിംഹക്കൂട്ടം ഈ പ്രദേശത്തേക്ക് കടന്നു വന്നതോടെ പെൺസിംഹങ്ങളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഈ വലിയ 4 ആൺസിംഹങ്ങളും തുടങ്ങിവെച്ചു. എപ്പോഴും ഉറക്കെ അലറിക്കൊണ്ട് പ്രദേശത്തിന്റെ അവകാശം അറിയിച്ചുകൊണ്ട് അവർ ചുറ്റി നടന്നു. അധികം വൈകാതെ തന്നെ ഇരു കൂട്ടരും ഒന്നിച്ച് നേർക്കുനേർ വന്നു. മബോഗോ ഗ്രൂപ്പിലെ 6 ശക്തരായ സിംഹങ്ങളെ കണ്ട മാത്രയിൽ ഈ 4 സിംഹങ്ങളിൽ 3 സിംഹങ്ങൾ ജീവനും കൊണ്ട് ഓടിപ്പോയി. പക്ഷെ ഒരു സിംഹം തന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ട് പോരാടാൻ തന്നെ മുന്നോട്ട് വന്നു. മബോഗോ ഗ്രൂപ്പിലെ സിംഹങ്ങളുടെ ആദ്യത്തെ ആധിപത്യം സ്ഥാപിക്കാനുള്ള പോരാട്ടം തന്നെ അതിക്രൂരവും രക്തരൂക്ഷിതവുമായിരുന്നു. ഒട്ടോവ ഗ്രൂപ്പിലെ സിംഹത്തെ അതിക്രൂരമായി ആക്രമിച്ച 6 സിംഹങ്ങളും ഈ സിംഹത്തിന്റെ രക്തത്തിൽ കുളിച്ചു എന്ന് തന്നെ പറയാം. 6 പേരും 6 കൊടും ഭീകരന്മാരായി മാറുകയായിരുന്നു. മബോഗോ ഗ്രൂപ്പ് തങ്ങൾക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഈ ആക്രമണത്തിൽ തന്നെ തെളിയിച്ചു. ഒട്ടാവ സിംഹത്തിന്റെ അന്ത്യം ഉറപ്പിച്ചതോടെ മബോഗ ഗ്രൂപ്പിന്റെ അടുത്ത ലക്ഷ്യം ഈ പ്രൈഡിലെ പെൺസിംഹങ്ങളെ കണ്ടെത്തുക എന്നതായിരുന്നു. ഈ ഫൈറ്റ് നടന്നു തുടങ്ങുമ്പോൾ തന്നെ ഒട്ടാവ പെൺസിംഹങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കടിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പ്രായമായിരുന്നെങ്കിൽ പെൺസിംഹങ്ങൾ അവയുമായി ദൂരേക്ക് ഓടിപ്പോകുമായിരുന്നു. പക്ഷേ കുറച്ചധികം വളർന്നതുകൊണ്ട് തന്നെ അവയെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാൻ ആ സിംഹങ്ങൾക്ക് സാധിച്ചില്ല. ഒളിച്ചും പാത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പെൺസിംഹങ്ങൾ ഒടുവിൽ മബോഗോ ഗ്രൂപ്പിന്റെ മുന്നിൽ പെടുക തന്നെ ചെയ്തു. കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പെൺസിംഹങ്ങൾ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ മബോഗോ ഗ്രൂപ്പ് വളരെ ശക്തരാണ്. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. മബോഗോ സിംഹങ്ങൾ ഓരോ കുഞ്ഞുങ്ങളെയായി കണ്ടെത്തി അതിക്രൂരമായി കടിച്ചു പറിച്ച് കൊല്ലുകയായിരുന്നു. ഈ സംഭവത്തിൽ ഏറ്റവും ക്രൂരനായി പെരുമാറിയത് മിസ്റ്റർ ടി തന്നെയാണ്. അവൻ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുക മാത്രമല്ല, അവൻ അവയിൽ പലതിനെയും ഭക്ഷണമാക്കുക വരെ ചെയ്തു. മാത്രമല്ല ഈ 11 കുട്ടികളിൽ 8 സിംഹങ്ങളെയും ഓടി നടന്ന് കണ്ടെത്തുകയും എന്തോ വാശി തീർക്കുന്നത് പോലെ കൊല്ലുകയും ചെയ്തത് മിസ്റ്റർ ടി തന്നെയായിരുന്നു. പ്രൈഡ് പിടിച്ചെടുത്താൽ മുൻപേ ഉള്ള കുട്ടികളെ സിംഹങ്ങൾ കൊല്ലുന്നത് സ്വാഭാവികമാണ്. പക്ഷേ മിസ്റ്റർ ടി നടത്തിയത് സാധാരണ സിംഹങ്ങൾ കാട്ടുന്നതിനേക്കാൾ പൈശാചികമായ പ്രവൃത്തിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം ഒരു തുടക്കം മാത്രമായിരുന്നു. ഈ പ്രദേശത്ത് തന്നെയുള്ള മറ്റു പ്രൈഡുകളിലേക്കും കടന്നു ചെന്ന ഈ സംഘം ഒന്നൊന്നായി സിംഹങ്ങളെ കാലപുരിക്ക് അയച്ചുകൊണ്ടിരുന്നു. അവരുടെ അധികാരപരിധി ദിവസങ്ങൾ ചെല്ലുന്തോറും അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 6 സിംഹങ്ങളുടെയും ജടയിൽ പുരളുന്ന സിംഹങ്ങളുടെ രക്തം ഉണങ്ങും മുൻപ് അടുത്ത സിംഹത്തിന്റെ വേട്ട അവർ നടത്തുമായിരുന്നു. ഇത്രയധികം രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ അതിനു മുൻപോ ശേഷമോ സാബിസാന്റെ പ്രവിശ്യ സാക്ഷ്യം വഹിച്ചിട്ടേയില്ല. വളരെ കുറച്ച് ദിവസങ്ങൾക്കകം മബോഗോ സിംഹങ്ങൾ 100 കണക്കിന് സിംഹങ്ങളുടെ ജീവനെടുത്തു. ഈ ഏറ്റുമുട്ടലിൽ ഏറ്റവും ക്രൂരമായ ആക്രമണം നടത്തിയത് മിസ്റ്റർ ടി തന്നെയാണ്. താനാണ് കൂട്ടത്തിൽ മികച്ചവനെന്ന് കാണിക്കാൻ തന്റെ സടയിൽ പുരളുന്ന രക്തത്തിന്റെ അളവ് അവൻ കൂട്ടിക്കൊണ്ടിരുന്നു. മിസ്റ്റർ ടിയുടെ കൂടെ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന കിങ്കി ടെയിലും ഈ ക്രൂരത കാണിക്കുന്നതിൽ പിന്നിലായിരുന്നില്ല. ചില അവസരങ്ങളിൽ പെൺസിംഹങ്ങൾ പോലും മിസ്റ്റർ ടിയുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരകളായി. പലപ്പോഴും ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്ന സിംഹങ്ങളെ മിസ്റ്റർ ടി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇത് സാധാരണ സിംഹങ്ങളിൽ കാണാറുള്ള ഒരു ശീലമല്ല. കീഴടക്കിയ പ്രൈഡുകളിലെ പെൺസിംഹങ്ങൾ കുട്ടികൾ മരണപ്പെട്ടതോടെ മബോഗോ സിംഹങ്ങളുമായി അടുക്കാനും സഹവാസം നടത്താനും തുടങ്ങി. തങ്ങളുടെ പുതിയ തലമുറയ്ക്ക് ജന്മം നൽകാൻ മബോഗോ ഗ്രൂപ്പിലെ സിംഹങ്ങൾ തയ്യാറാവുകയാണ്. ഇവിടെയാണ് ആദ്യമായി മബോഗോ ഗ്രൂപ്പിൽ വിള്ളൽ വീഴാൻ തുടങ്ങിയത്. പെൺസിംഹങ്ങളെ സ്വന്തമാക്കാൻ അവർക്കിടയിൽ മത്സരം തുടങ്ങി. മിസ്റ്റർ ടി മറ്റു സിംഹങ്ങളുമായി അടുക്കുന്ന പെൺസിംഹങ്ങളുടെ ജീവനെടുക്കാനും മടിച്ചില്ല. അതിനേക്കാളും ഞെട്ടിക്കുന്നത്, അങ്ങനെ കൊന്ന ഒരു പെൺസിംഹത്തെ മബോഗോ സിംഹങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ മിസ്റ്റർ ടി ഭക്ഷിക്കുകയും ചെയ്തു. മറ്റു സിംഹ ഗ്രൂപ്പുകളേക്കാൾ വളരെ വ്യത്യസ്തരായിരുന്നു മബോഗോ ഗ്രൂപ്പ്. അതിന് ഒരു ഉദാഹരണമാണ് പെൺസിംഹങ്ങളെ കൊലപ്പെടുത്തുക എന്നത്. ഇത് അതിനു മുൻപ് മറ്റൊരു ഗ്രൂപ്പുകളും ചെയ്യാത്ത പ്രവൃത്തിയായിരുന്നു. മാത്രമല്ല 3 മാസത്തിനകം പരിസര പ്രദേശങ്ങളിലെ മറ്റ് പ്രൈഡിലെ സിംഹങ്ങളെയൊക്കെ മബോഗോ ഗ്രൂപ്പ് വകവരുത്തിക്കൊണ്ടിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ സാബിസാന്റെ പ്രദേശത്തുണ്ടായിരുന്ന സിംഹങ്ങളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവ് വന്നു തുടങ്ങി. മബോഗോ ഗ്രൂപ്പിന്റെ പ്രവർത്തികൾ കാരണം ഈ പ്രദേശത്തെ ഒരു സിംഹവും സുരക്ഷിതമല്ല എന്ന പ്രതീതി സൃഷ്ടിക്കാൻ തുടങ്ങി. അവരെ തോൽപ്പിക്കാൻ തക്ക ശക്തമായ മറ്റൊരു ഗ്രൂപ്പ് ഈ പ്രദേശത്ത് എങ്ങും തന്നെ ഉണ്ടായിരുന്നതുമില്ല. നീണ്ട 12 മാസം ഈ മബോഗോ ഗ്രൂപ്പിന്റെ രക്തരൂക്ഷിതമായ ആക്രമണം ഈ പ്രദേശത്തെ എല്ലാ പ്രൈഡിലേക്കും ചെന്നെത്തി. കൂടുതൽ സിംഹങ്ങളുടെ ജീവനെടുത്ത് അവർ പ്രൈഡുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്നു. ഇത്രയധികം വലിയ പ്രദേശത്തും പ്രൈഡുകളിലും ആധിപത്യം സ്ഥാപിച്ച മറ്റൊരു ഗ്രൂപ്പ് അന്ന് വരെ അവിടെ ഉണ്ടായിട്ടില്ല.
1,60,000-ലധികം ഏക്കർ വരുന്ന സാബി സാൻഡ് എന്ന പ്രദേശം മുഴുവൻ ഇപ്പോൾ മപോഗോ സിംഹങ്ങളുടെ അധീനതയിലാണ്. ഈ അധികാര പ്രദേശത്തിന്റെ വലിപ്പം നമുക്ക് മപോഗോ ഗ്രൂപ്പിന്റെ ഒത്തൊരുമയെ തന്നെയാണ് കാണിച്ചു തരുന്നത്. എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കിയതിനു ശേഷം മപോഗോ സഖ്യം 8ഓളം പ്രൈഡുകളിൽ അവരുടെ അധികാരം നിലനിർത്തുന്നു. സാധാരണയായി ഇങ്ങനെയുള്ള സിംഹങ്ങളുടെ ഗ്രൂപ്പുകളിൽ തമ്മിലടി ഉണ്ടാകാറില്ല. പക്ഷേ ഇതൊരു സാധാരണ ഗ്രൂപ്പ് അല്ല. കാരണം മറ്റുള്ള സിംഹങ്ങളെ പോലെയുള്ള പെരുമാറ്റങ്ങളോ രീതികളോ അല്ല ഈ 6 സിംഹങ്ങളും ഇതുവരെയും പിന്തുടർന്നു വന്നത്. ഈ ഗ്രൂപ്പിൽ ചിലർ സാബി സാൻഡ് മുഴുവൻ പിടിച്ചടക്കിയിട്ടും സന്തുഷ്ടരായിരുന്നില്ല. സാധാരണ ആൺസിംഹങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒരു സിംഹം വളരെ മികച്ച നേതൃപാടവം കാണിക്കുകയും എല്ലാവരെയും അടക്കി ഭരിക്കുകയും ചെയ്യും. മറ്റുള്ള സിംഹങ്ങൾ എപ്പോഴും ഒന്നുകിൽ നേതാവായ സിംഹത്തിന്റെ കീഴിൽ ജീവിച്ചു പോകും, അതല്ലെങ്കിൽ അവർ ആ ഗ്രൂപ്പ് വിട്ട് അവരുടേതായ പ്രദേശം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. മപോഗോ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ തലവൻ മക്കൂലു തന്നെയാണ്. അവന്റെ കീഴിലുള്ള കിങ്കി ടെയിലും മിസ്റ്റർ ടീയും ഒരാളുടെ കീഴിൽ ജീവിതം ജീവിച്ചു തീർക്കാൻ ജനിച്ചവരല്ല. അവർ ആ പ്രദേശം മുഴുവൻ അടക്കി ഭരിക്കാൻ തീരുമാനിച്ചവർ തന്നെയാണ്. പക്ഷേ ആ സ്വപ്നത്തിന് ഇപ്പോൾ അവർക്ക് തടസ്സം നിൽക്കുന്നത് മക്കൂലു എന്ന ശക്തനായ സിംഹമാണ്. എത്ര ശക്തനാണെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാത്ത മിസ്റ്റർ ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു പക്ഷേ മനസ്സിലായി കാണും. അതെ, 2008 മിസ്റ്റർ ടി പെട്ടെന്നൊരു നിമിഷത്തിൽ മക്കൂലുവിന്റെ മേൽ ചാടി വീണു. നോക്കൂ, മക്കൂലു പ്രായം കൊണ്ടും ശരീരം കൊണ്ടും വലുതാണെങ്കിലും ധൈര്യം കൊണ്ടും അധികാരമോഹം കൊണ്ടും ആക്രമണ സ്വഭാവം കൊണ്ടും ശക്തനാണ് മിസ്റ്റർ ടി. അതിഭീകരമായ പോരാട്ടം തന്നെയാണ് ഇരുവർക്കുമിടയിൽ നടന്നത്. തുല്യശക്തികൾ തമ്മിലുള്ള ഈ പോരാട്ടം മണിക്കൂറുകൾ നീണ്ടുനിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പറിച്ചും നഖങ്ങൾ കൊണ്ട് ആക്രമിച്ചും അവർ പരസ്പരം പരിക്കേൽപ്പിച്ചുകൊണ്ടിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഈ പോരാട്ടം ആരാണ് വിജയിച്ചതെന്ന് ഉറപ്പിക്കാതെ ഇരുവരും അവസാനിപ്പിച്ചു. പക്ഷെ അപ്പോഴേക്കും മിസ്റ്റർ ടിയുടെ കാലിൽ പരിക്കേൽപ്പിക്കാൻ മക്കൂലുവിന് സാധിച്ചിരുന്നു. എങ്കിലും അതിനുശേഷം ഈ പ്രദേശത്ത്, അതായത് സാബി സാൻഡിന്റെ വടക്കൻ പ്രദേശത്ത് നിൽക്കാൻ മക്കൂലു ധൈര്യപ്പെട്ടില്ല. കാരണം മിസ്റ്റർ ടിയുടെ സ്വഭാവം ഈ മക്കൂലുവിന് നന്നായി തന്നെ അറിയാം. അവൻ ഏത് നിമിഷവും ആക്രമിക്കാൻ തയ്യാറാകും. അതുകൊണ്ട് ഇനി ഒരു പോരാട്ടത്തിന് നിൽക്കാതെ മക്കൂലു അവിടെ നിന്നും സ്ഥലം വിട്ടു. അതേസമയം തന്നെ മിസ്റ്റർ ടിയുടെ നിയന്ത്രണത്തിൽ കഴിയാൻ തയ്യാറാകാതെ മറ്റു 3 പേർ കൂടി അവന്റെ ഒപ്പം പോകുന്നുണ്ട്. അത് സ്കാറും പ്രിറ്റി ബോയിയും റാസ്റ്റയുമായിരുന്നു. 6 വയസ്സ് തികഞ്ഞിരുന്ന മിസ്റ്റർ ടി സാബി സാൻഡിലെ തങ്ങളുടെ അധികാരം ഊട്ടിയുറപ്പിച്ചു. എന്തിനും കൂടെ നിൽക്കാൻ എപ്പോഴും മിസ്റ്റർ ടിക്കൊപ്പം കിങ്കി ടെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ അന്നുവരെ ഒന്നായി നിന്നിരുന്ന 6 സിംഹങ്ങളുടെ മപോഗോ എന്ന ഗ്രൂപ്പ് 2ആയി പിളർന്നു. സാബി സാൻഡിന്റെ തന്നെ പടിഞ്ഞാറേ ഭാഗത്തേക്കാണ് മക്കൂലുവും സംഘവും ചെന്നെത്തിയത്. അവർ അവിടെ അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. അധിക ദൂരം ഈ 2 ഗ്രൂപ്പുകളുടെയും പ്രദേശങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഈ 2 ഗ്രൂപ്പുകളുടെയും പ്രദേശങ്ങൾക്കിടയ്ക്ക് ഒരു നോമൻ ലൈൻ ഉണ്ടായിരുന്നു. പരസ്പരം ഇരു പ്രദേശങ്ങളിലേക്കും സിംഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയിരുന്നില്ല. ഇതൊക്കെ സംഭവിക്കുമ്പോഴേക്കും മാറ്റമില്ലാതെ തുടരുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മിസ്റ്റർ ടിയും കിങ്കി ടെയിലും തമ്മിലുള്ള ദൃഢമായ ആത്മബന്ധം തന്നെയായിരുന്നു. അവർക്ക് ഒന്നിച്ച് സമയം ചെലവഴിക്കാനും വേട്ടയാടാനും ഒക്കെ ഇഷ്ടമായിരുന്നു. മിസ്റ്റർ ടിക്കാണ് കൂടുതലും ആധിപത്യം ഉണ്ടായിരുന്നത് എങ്കിലും അവർ ഒന്നിച്ച് തന്നെയായിരുന്നു ആ പ്രദേശം ഭരിച്ചത്. മപോഗോ ഗ്രൂപ്പ് 2ആയി പിരിഞ്ഞതിന് ശേഷം വളരെ കാലം മറ്റ് സിംഹങ്ങളുമായി പോരാടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ അധികാരപരിധിക്കുള്ളിൽ കറങ്ങി നടക്കുമ്പോൾ പഴയ കൂട്ടാളികളെ, അതായത് മക്കൂലുവിനെയും കൂട്ടരെയും അവർ ഇടയ്ക്കിടെ കാണാറൊക്കെയുണ്ട്. അവർ തമ്മിൽ പോരാടാൻ ഇപ്പോഴും നിൽക്കാറില്ല. കാരണം 2 ഗ്രൂപ്പുകളുടെയും അധികാരപരിധി ഇപ്പോൾ 2ആണ്. മിസ്റ്റർ ടിയും കിങ്കി ടെയിലും ഇപ്പോൾ തങ്ങളുടെ തന്നെ പ്രൈഡിലുള്ള പെൺസിംഹങ്ങളുമായി കൂടുതൽ സഹവാസം നടത്താൻ തുടങ്ങി. അവർ ഇരുവരും തങ്ങളുടെ തലമുറകളെ സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അധികം വൈകാതെ തന്നെ ഒട്ടാവ, ഷ്മൂമി പ്രൈഡുകളിലുള്ള പെൺസിംഹങ്ങളിൽ ഇരുവർക്കും 15ഓളം കുട്ടികൾ ജനിച്ചു. വേറെയും പ്രൈഡുകളിൽ ഇതേ സമയം തന്നെ മപോഗോ ഗ്രൂപ്പിന്റെ കുട്ടികൾ പിറന്നിരുന്നു. അവർ പല പല പ്രദേശങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഏതായാലും സാബി സാൻഡിൽ മപോഗോ ഗ്രൂപ്പിന്റെ പിറവിക്ക് ശേഷം ആദ്യമായിട്ടാണ് കുറച്ച് ശാന്തമായ ദിവസങ്ങൾ കടന്നു വരുന്നത്. മക്കൂലുവിന്റെ ഗ്രൂപ്പിലും കുഞ്ഞുങ്ങൾ ഇതേ സമയത്ത് തന്നെ പിറക്കുന്നുണ്ട്. അവൻ വളരെ ശാന്തനാണ്. തന്റെ മുതുകിലും തലയിലും ചാടിക്കയറുന്ന കുഞ്ഞുങ്ങളെ മക്കൂലു ഉപദ്രവിച്ചിരുന്നില്ല. സിംഹങ്ങൾ ഒരച്ഛനായി കഴിഞ്ഞാൽ ഉത്തരവാദിത്തം കൂടുതലാകും. തങ്ങളുടെ പ്രദേശത്തേക്ക് മറ്റ് സിംഹങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്നൊക്കെ കറങ്ങി നടന്ന് പരിശോധന നടത്തും. അലറി ശബ്ദമുണ്ടാക്കി വെല്ലുവിളികൾ നടത്തും. ഈ വെല്ലുവിളികൾക്ക് ഉത്തരമുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കും. എല്ലായിടത്തും അവർ അവരുടെ സാന്നിധ്യമുള്ളത് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരാഴ്ചയോളം ഈ പ്രവൃത്തി നടത്താനായി മറ്റു സിംഹങ്ങളിൽ നിന്നും അകന്നു കഴിയേണ്ടി വരും അവർക്ക്. അതിനുശേഷം പ്രൈഡിലേക്ക് തിരികെ വരികയും വിശ്രമിക്കുകയും ചെയ്യും. ഈ കാര്യത്തിൽ മക്കൂലു വളരെ ശ്രദ്ധാലുവായിരുന്നു. അവൻ തന്റെ ഗർജനങ്ങൾ കൊണ്ട് ആ പ്രദേശം മുഴുവനും തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരിക്കും. സാധാരണ സിംഹങ്ങൾ 45 മുതൽ 1 മിനിറ്റ് വരെ അലറിയാൽ പിന്നെ കുറച്ചു നേരം മൗനം പാലിക്കാറാണ് പതിവ്. പക്ഷേ ഇടവേളകളില്ലാത്ത മക്കൂലുവിന്റെ ഗർജനം വളരെ ആകർഷണീയവും
ഭയാനകവുമായിരുന്നു. 2010 മബോഗോ ഗ്രൂപ്പ് രണ്ടായി പിരിഞ്ഞതിന് ശേഷം 4 വർഷങ്ങൾ കടന്നുപോയിരിക്കും. മിസ്റ്റർ ടിയും മകൂലുവും തങ്ങളുടെ അധികാര പ്രദേശങ്ങൾ ഇപ്പോഴും ഒരു മുടക്കവുമില്ലാതെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. മിസ്റ്റർ ടിക്ക് മകൂലുവിനേക്കാൾ കൂടുതൽ പ്രദേശത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതേ സമയം തന്നെ ക്രുഗർ നാഷണൽ പാർക്കിന്റെ മറ്റൊരു ഭാഗത്ത് പ്രൈഡുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിംഹങ്ങളുടെ ഗ്രൂപ്പുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവർക്കിപ്പോൾ ആവശ്യം ഒരു അധികാര മേഖല തന്നെയാണ്. സാബി സാൻഡ് മുഴുവൻ അടക്കി ഭരിക്കുന്ന മബോഗോ ഗ്രൂപ്പിന്റെ പ്രദേശങ്ങൾ തന്നെയാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് പോകാനുള്ള ഇടങ്ങളിലൊക്കെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നത് മബോഗോ ഗ്രൂപ്പിലെ സിംഹങ്ങൾ തന്നെയാണ്. ഇവർ ഇടയ്ക്കിടെ മിസ്റ്റർ ടിയുടെ പ്രദേശത്തേക്ക് കടന്നു കയറാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അവരെ തുരത്തി ഓടിക്കാൻ മിസ്റ്റർ ടിക്കും കിൻകി ടെയിലിനും സാധിച്ചു. മിസ്റ്റർ ടിയെയും കിൻകി ടെയിലിനെയും മറികടന്നാൽ മാത്രമേ ഈ അലഞ്ഞു നടക്കുന്ന സിംഹങ്ങൾക്ക് മകൂലുവിന്റെ പ്രദേശത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് മകൂലുവിനും കൂട്ടർക്കും തൽക്കാലം വെല്ലുവിളികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ ടിയും കിൻകി ടെയിലും തങ്ങളുടെ പ്രദേശത്തേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന സിംഹങ്ങളെ ഒന്നൊന്നായി കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. ഇതിലൂടെ അവരുടെയും അവരുടെ സഹോദരങ്ങളുടെയും പ്രദേശത്തിന് സുരക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും. ഇപ്പോൾ ഇരുവരും അവരുടെ പ്രായത്തിന്റെ പീക്ക് ലെവൽ കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവർ അവരുടെ കുഞ്ഞുങ്ങളെയും പ്രൈഡിനെയും സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾ തുടർന്നു പോരുന്നു. പക്ഷേ അവർക്കറിയില്ലായിരുന്നു മറ്റൊരു സിംഹ ഗ്രൂപ്പ് ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന്. അത് 5 സിംഹങ്ങളുടെ ഒരു ചെറു സംഘമായിരുന്നു. അവർ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ്, ആരോഗ്യവാന്മാരാണ്. അവരുടെ ഗ്രൂപ്പിന് ഗവേഷകർ ഒരു പേരും നൽകി, മജിങ്കലാനി. ഈ ഇടയ്ക്കിടെ ഒറ്റപ്പെട്ടു വരുന്ന സിംഹങ്ങളെ പേടിപ്പിച്ചോടിക്കാനോ ആക്രമിച്ച് കീഴടക്കാനോ ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരുമിച്ച് വരുന്ന 5 സിംഹങ്ങളെ, അതും ചെറുപ്പക്കാരായ 5 സിംഹങ്ങളെ നേരിടുക എന്നത് മിസ്റ്റർ ടിക്കും കിൻകി ടെയിലിനും വെല്ലുവിളി തന്നെയാണ്. 2010 ജൂൺ 8 ഈ മജിങ്കലാനി ഗ്രൂപ്പ് സാബി സാൻഡിന്റെ വടക്ക് ഭാഗത്തേക്ക് കടന്നു വന്നു. മബോഗോ ഗ്രൂപ്പിന്റെ കടന്നുവരവിന് ശേഷം ഈ പ്രദേശത്തേക്ക് ഇത്രയും വലിയ സിംഹങ്ങളുള്ള ഒരു സംഘം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മബോഗോ ഗ്രൂപ്പ് രണ്ടായി പിളർന്നു കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർ അശക്തരായി കഴിഞ്ഞിരിക്കുന്നു. ഈ കടന്നു വന്ന ഗ്രൂപ്പിലെ 5 സിംഹങ്ങളോട് ഏറ്റുമുട്ടാൻ ഇപ്പോൾ ഉള്ളത് മിസ്റ്റർ ടിയും കിൻകി ടെയിലും മാത്രമാണ്. മജിങ്കലാനി ഗ്രൂപ്പിലെ സിംഹങ്ങൾ തങ്ങളുടെ വെല്ലുവിളികൾ അറിയിക്കാൻ ഉറക്കെ അലറാൻ തുടങ്ങി. ഇങ്ങനെയുള്ള വെല്ലുവിളികളെ കണ്ടില്ലെന്ന് നടിക്കുന്നയാളല്ല മിസ്റ്റർ ടി. അവൻ ഈ വെല്ലുവിളികൾക്ക് മറുപടി നൽകി. പക്ഷേ മിസ്റ്റർ ടിയും കിൻകി ടെയിലും ഇത്തവണ ബുദ്ധി ഉപയോഗിച്ചു. അവർ ഈ ഗ്രൂപ്പിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ ഒരു സിംഹത്തെ തക്കം പാർത്തിരുന്ന് ആക്രമിച്ചു. മിസ്റ്റർ ടി തന്നെയാണ് ഈ ആക്രമണത്തിലും ചുക്കാൻ പിടിച്ചത്. കിൻകി ടെയിലും പിന്നിലായിരുന്നില്ല. മണിക്കൂറുകൾ ഈ പോരാട്ടം നീണ്ടുനിന്നു. മജിങ്കലാനി ഗ്രൂപ്പിലെ സിംഹവും തന്റെ പോരാട്ട വീര്യം പുറത്തെടുത്തതോടെ പൊടിപാറുന്ന ഫൈറ്റാണ് നടന്നത്. 2 വലിയ സിംഹങ്ങൾ ഒരു മീഡിയം വെയിറ്റ് ഉള്ള ഒരു സിംഹത്തെ ആക്രമിക്കുമ്പോൾ അവൻ ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ല. പക്ഷേ മിസ്റ്റർ ടിക്കും കിൻകി ടെയിലിനും ഈ പോരാട്ടത്തിൽ പരിക്കുകൾ സമ്മാനിക്കാൻ മജിങ്കലാനി സിംഹത്തിന് സാധിച്ചു. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മിസ്റ്റർ ടി ആണ്. അവന്റെ യഥാർത്ഥ രൂപം പുറത്തെടുത്തു. കഷണങ്ങളായി കടിച്ചു മുറിക്കുകയും അതിലൊരു ഭാഗം മിസ്റ്റർ ടി ഭക്ഷിക്കുകയും ചെയ്തു. ഈ പോരാട്ടത്തിന് ശേഷം അന്നേ ദിവസം തന്നെ രാത്രി മജിങ്കലാനി ഗ്രൂപ്പിലെ മറ്റ് 4 സിംഹങ്ങളുടെ ഒന്നിച്ചുള്ള അലർച്ചയും ബഹളവും കേട്ടാണ് ഗവേഷകർ ടെന്റുകളിൽ നിന്നും പുറത്തേക്ക് വന്നത്. അവർ വലിയ ടോർച്ചും ലൈറ്റും ഒക്കെ അടിച്ച് നോക്കുമ്പോൾ ഈ മജിങ്കലാനി ഗ്രൂപ്പിലെ 4 സിംഹങ്ങൾ ഒന്നിച്ച് ഒരു സിംഹത്തെ ആക്രമിക്കുകയാണ്. ഈ 4 സിംഹങ്ങളുടെയും അടിയിലാണ് ഇപ്പോൾ ആ സിംഹം ഉള്ളത്. അത് ഉറപ്പായും മബോഗോ ഗ്രൂപ്പിലെ സിംഹം തന്നെയാകണം. കാരണം ഈ പ്രദേശത്ത് മറ്റൊരു സിംഹങ്ങളും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇനി ഒന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ, അത് മിസ്റ്റർ ടി ആണോ അതോ കിൻകി ടെയിൽ ആണോ എന്നത്. ഇടയ്ക്ക് തെളിഞ്ഞ ലൈറ്റ് വെട്ടത്തിൽ അവർ ആ സിംഹത്തെ തിരിച്ചറിഞ്ഞു. അത് കിൻകി ടെയിൽ ആയിരുന്നു. അവർക്കിടയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനവന് സാധിക്കുന്നില്ല. മജിങ്കലാനി ഗ്രൂപ്പിലെ സിംഹങ്ങൾ തങ്ങളുടെ കൂട്ടത്തിലെ ഒരു സിംഹത്തിന്റെ ജീവൻ എടുത്തതിന് പ്രതികാരം തീർക്കുകയായിരുന്നു. അതും വളരെ ക്രൂരമായി തന്നെ. ഈ ആക്രമണം തുടരുന്നതിനിടയിൽ ഒരു സിംഹം കിൻകി ടെയിലിന്റെ മുതുകിൽ കയറി അമർത്തി കടിച്ചു. എന്തോ പൊട്ടുന്ന ശബ്ദം ഗവേഷകർ കേട്ടു. അത് കിൻകി ടെയിലിന്റെ നട്ടല് പൊട്ടുന്ന ശബ്ദമായിരുന്നു. അപ്പോഴാണ് കുറച്ചകലെയായി മറ്റൊരു സിംഹത്തിന്റെ അലർച്ച മുഴങ്ങിക്കേട്ടത്. അത് മിസ്റ്റർ ടി ആയിരുന്നു. ആ അലർച്ചയിൽ ഈ മജിങ്കലാനി ഗ്രൂപ്പിലെ സിംഹങ്ങൾ ഒന്ന് പതറി. ഈ ഒരു നിമിഷത്തിൽ കിൻകി ടെയിൽ ഇവരുടെ ഇടയിൽ നിന്നും പിടഞ്ഞു മാറി. പക്ഷേ പൂർണ്ണമായും കിൻകി ടെയിൽ അവശനാണ്. അവന് നേരെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. അവിടേക്ക് കടന്നു വന്ന മിസ്റ്റർ ടി മുന്നിലെ ശത്രുക്കളുടെ എണ്ണമോ ഒന്നും നോക്കാതെ ആക്രമണം അഴിച്ചുവിട്ടു. ഒട്ടും വയ്യാഞ്ഞിട്ട് കൂടി കിൻകി ടെയിലും മിസ്റ്റർ ടിക്കൊപ്പം കൂടി 1 മണിക്കൂറോളം ഈ ആക്രമണം തുടർന്നു. ഒടുവിൽ മിസ്റ്റർ ടി യാഥാർത്ഥ്യം മനസ്സിലാക്കി. മജിങ്കലാനി സിംഹങ്ങളോട് പൊരുതി ജയിക്കാൻ തനിക്ക് കഴിയില്ല എന്ന സത്യം. അവൻ പിന്തിരിഞ്ഞോടുമ്പോൾ മജിങ്കലാനി സിംഹങ്ങളിൽ 2 എണ്ണം കിൻകി ടെയിലിനെ കടിച്ചു കീറി കഷണങ്ങളാക്കുന്ന തിരക്കിലായിരുന്നു. മറ്റു 2 സിംഹങ്ങൾ മിസ്റ്റർ ടിക്ക് പിന്നാലെ കൂടുകയും ചെയ്തു. ഈ ചിത്രങ്ങൾ ശേഖരിച്ചിരുന്ന ഗവേഷകരിൽ പലരുടെയും പ്രിയപ്പെട്ട സിംഹമായിരുന്നു കിൻകി ടെയിൽ.
അവന്റെ മരണം ഈ ഗവേഷകരിൽ പലരുടെയും കണ്ണുകൾ നിറച്ചു. അവർ ലോകത്തോട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ സിംഹങ്ങളുടെ കഥയിൽ ഈ ഭാഗം അടുത്ത ദിവസം പത്രത്തിലും ടിവിയിലും വന്നപ്പോൾ കിങ്കി-ടെയിൽ അവസാനം കിടന്ന ഇടം കാണാൻ ഒരുപാട് മനുഷ്യർ സാബി സാൻഡിലേക്ക് കടന്നു വന്നിരുന്നു. ആരാധകർ ഒരുപാടുണ്ടായിരുന്ന സിംഹം തന്നെയായിരുന്നു കിങ്കി-ടെയിൽ. പക്ഷേ അടുത്ത ദിവസം രാവിലെ അവർക്ക് അവിടെ കാണാൻ സാധിച്ചത് കൂടുതൽ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഹൈനകളും കഴുകന്മാരും കുത്തിവലിക്കുന്ന കിങ്കി-ടെയിലിന്റെ ശവശരീരമാണ് അവിടെ ഉണ്ടായിരുന്നത്. കുറച്ചു സമയങ്ങൾക്ക് ശേഷം അവിടെ ബാക്കിയായത് എല്ലുകൾ മാത്രമായിരുന്നു. അവിടെ കുറച്ചു ദൂരെയായി ഒരു കുറുക്കൻ കിങ്കി-ടെയിലിന്റെ മനോഹരമായ സട കടിച്ചെടുത്തുകൊണ്ട് ഓടുന്നതും കാണാമായിരുന്നു. അന്നേ ദിവസം തന്നെ രാവിലെ തലേ ദിവസം രാത്രി ഓടിപ്പോയ മിസ്റ്റർ ടി പടിഞ്ഞാറേക്ക്, അതായത് മകൂലുവും കൂട്ടരുമുള്ള ഇടത്തേക്ക് പോകുന്നത് ഗവേഷകർ കണ്ടിരുന്നു. മിസ്റ്റർ ടിക്ക് ഇനി തന്റെ പ്രദേശത്ത് തുടരാൻ സാധിക്കില്ല. മാത്രമല്ല അവിടെ തനിക്ക് എല്ലാമായിരുന്ന എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന സഹോദരനെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഒറ്റയ്ക്കിനി ആ പ്രദേശത്ത് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ മിസ്റ്റർ ടി പിന്നീട് പോയത് തന്റെ ബാക്കിയുള്ള സഹോദരങ്ങളുടെ അടുത്തേക്കാണ്. പക്ഷേ അങ്ങനെ പോകുന്ന മിസ്റ്റർ ടി അടുത്ത 2 വർഷങ്ങൾ ഗവേഷകരുടെ കണ്ണിൽപ്പെട്ടില്ല. അവൻ എവിടെ പോയിരുന്നു എന്ന് ആർക്കും ഒരു പിടിയുമില്ലാതെയായി. അങ്ങനെ 2 വർഷങ്ങൾ കടന്നുപോയി. ശേഷം ഒരു ദിവസം മിസ്റ്റർ ടി ഗവേഷകരുടെ ക്യാമറയ്ക്ക് മുന്നിൽ പെട്ടു. അവൻ മകൂലുവിന്റെയും മറ്റ് സഹോദരങ്ങളുടെയും അടുത്തേക്ക് പതുക്കെ നീങ്ങുകയാണ്. മകൂലുവിനും സംഘത്തിനും പുതിയ കുട്ടികൾ ജനിച്ച സമയത്താണ് ഈ മിസ്റ്റർ ടി അവിടേക്ക് കടന്നു വരുന്നത്. പുറത്തുനിന്ന് ഒരു സിംഹം ഏതെങ്കിലും ഒരു പ്രൈഡിലേക്ക് കടന്നു വന്നാൽ അവൻ ആദ്യം ചെയ്യുന്നത് ആ പ്രൈഡിലെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. സഹോദരങ്ങളാണെങ്കിലും ഈ നിയമം ഇവിടെയും ബാധകമാണ്. മബോഗോ എന്ന ശക്തമായ സിംഹങ്ങളുടെ ഗ്രൂപ്പ് 2ആയി പിളരാൻ കാരണമായത് ഈ മിസ്റ്റർ ടി തന്നെയാണ്. വീണ്ടും മബോഗോ ഗ്രൂപ്പിലേക്ക് മിസ്റ്റർ ടി കടന്നു വന്നിരിക്കുകയാണ്. മിസ്റ്റർ ടിയുടെ കടന്നുവരവ് മറ്റുള്ള സിംഹങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് വളരെ ആശങ്കാജനകമായ കാര്യം തന്നെയായിരുന്നു. മകൂലു മിസ്റ്റർ ടിയുടെ കടന്നുവരവിൽ അത്ര സന്തോഷവാനായിരുന്നില്ല. മറ്റു 3 സിംഹങ്ങളും, അതായത് മബോഗോ ഗ്രൂപ്പിലെ മറ്റു 3 സിംഹങ്ങളും മിസ്റ്റർ ടിയെ വളരെ സ്നേഹപൂർവ്വം തന്നെയാണ് വരവേറ്റത്. പക്ഷേ മിസ്റ്റർ ടി എന്നും മിസ്റ്റർ ടി തന്നെയാണ്. അവൻ ഒരിക്കലും തന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ലാത്ത സിംഹമാണ്. അവൻ വന്നു കയറിയിരിക്കുന്നത് മറ്റൊരു പ്രൈഡിലേക്കാണ്. അവിടെയുള്ള സിംഹക്കുട്ടികൾ അവന് ജനിച്ചതല്ല. ആദ്യമൊക്കെ ഗവേഷകർ കരുതിയത് ഈ പ്രൈഡിലെ കുട്ടികളെ അവൻ ഉപദ്രവിക്കാൻ സാധ്യതയില്ല എന്നാണ്. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തത് നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിസ്റ്റർ ടി ആ പ്രൈഡിൽ ഉണ്ടായിരുന്ന കുട്ടികളെ ഒന്നൊന്നായി കൊല്ലാൻ തുടങ്ങി. ഒറ്റപ്പെട്ട് മാറിപ്പോകുന്ന കുഞ്ഞുങ്ങളെ അവൻ കൊല്ലുകയും പലപ്പോഴും ഭക്ഷണമാക്കുകയും വരെ ചെയ്തു. മിസ്റ്റർ ടിയുടെ ഈ പ്രവർത്തികൾ തടയാൻ മബോഗോ ഗ്രൂപ്പിലെ മറ്റൊരു സിംഹങ്ങളും മുന്നോട്ട് വന്നതുമില്ല. മിസ്റ്റർ ടി ഇപ്പോൾ ഈ പ്രൈഡിലെ കുഞ്ഞുങ്ങളെയൊക്കെ കൊലപ്പെടുത്തിയതിനു ശേഷം ഗ്രൂപ്പിലെ പ്രധാനിയാകാനും അവിടെ ഉണ്ടായിരുന്ന പെൺസിംഹങ്ങളുമായി സഹവാസത്തിൽ ഏർപ്പെടാനും തയ്യാറെടുക്കുകയായിരുന്നു. മിസ്റ്റർ ടി തന്റെ ഉദ്ദേശങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്തു. ഇപ്പോൾ ആ പ്രൈഡിന്റെ രാജാവായി മിസ്റ്റർ ടി മാറിക്കഴിഞ്ഞു. അടുത്ത 2 വർഷത്തിനകത്തായി മജിങ്കലാനി ഗ്രൂപ്പിലെ സിംഹങ്ങൾ സാബി സാൻഡിലെ കൂടുതൽ പ്രൈഡുകളിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു. മിസ്റ്റർ ടിയുടെയും കിങ്കി-ടെയിലിന്റെയും കുട്ടികളെ ഇതിനകം തന്നെ അവർ വകവരുത്തുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുതൽ പ്രിറ്റി ബോയിയെയും റാസ്റ്റയെയും പെട്ടെന്ന് കാണാതെയായി. ഈ 2 സിംഹങ്ങളെയും മജിങ്കലാനി ഗ്രൂപ്പിലെ സിംഹങ്ങൾ കൊലപ്പെടുത്തിയതാകാമെന്ന് ഗവേഷകർ കരുതി. ഒരു കാലത്ത് സാബി സാൻഡിലെ രാജാക്കന്മാരായിരുന്ന മബോഗോ സിംഹങ്ങളുടെ തലമുറ പോലും നിലനിൽക്കാതെ പോകുമോ എന്ന ഭയം ഗവേഷകർക്കും വന്നു തുടങ്ങി. ഇനി ഈ ഗ്രൂപ്പിൽ ആകെ ബാക്കിയുള്ളത് വെറും 3 പേർ മാത്രമാണ്: മകൂലു, സ്കാർ, മിസ്റ്റർ ടി എന്നിവർ. 6 വർഷങ്ങൾ മബോഗോ ഗ്രൂപ്പിലെ സിംഹങ്ങൾ സാബി സാൻഡിൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. സാധാരണ വനങ്ങളിൽ വെറും 12 വയസ്സ് വരെ മാത്രമേ സിംഹങ്ങൾ ജീവിച്ചിരിക്കാറുള്ളൂ. ഇപ്പോൾ മിസ്റ്റർ ടി 10 വയസ്സും സ്കാർ 12 വയസ്സും മകൂലു 14 വയസ്സും പിന്നിട്ടിരിക്കുന്നു. പ്രായമായെങ്കിലും അവരുടെ പ്രദേശത്തേക്ക് കടന്നു വന്ന ഒറ്റപ്പെട്ട സിംഹങ്ങളെയൊക്കെ അവർ 3 പേരും ഒന്നിച്ച് നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2012 മാർച്ച് 16 തെക്ക് ദിക്കിൽ നിന്നും 5 സിംഹങ്ങളുടെ മറ്റൊരു ഗ്രൂപ്പ് മബോഗോ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ പ്രദേശത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിന് ഗവേഷകർ നൽകിയ പേരാണ് സെലാറ്റിസ്. സെലാറ്റിസ് ഗ്രൂപ്പിലെ സിംഹങ്ങൾ മുൻപ് സ്പാർട്ടയിൽ ഉണ്ടായിരുന്ന പെൺസിംഹങ്ങളെ പോലെയുള്ള മികച്ച വേട്ടക്കാരായ പെൺസിംഹങ്ങളുടെ മക്കൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ അവർ വേട്ടയാടാനും പഠിച്ചിരുന്നു. മാത്രമല്ല അവർ വളരെ ചെറുപ്പക്കാരാണ്. ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള 5 സിംഹങ്ങളായിരുന്നു സെലാറ്റിസ് എന്ന ഗ്രൂപ്പ്. വയസ്സായെങ്കിലും മബോഗോ സിംഹങ്ങൾ അവരുടെ പ്രദേശം സംരക്ഷിക്കുന്നതിൽ നിന്നും പിന്മാറിയില്ല. അവരെന്നും അവരുടെ അതിർത്തിയിലൂടെ അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പല ദിക്കിലായി അവർ അവരുടെ അതിർത്തി സംരക്ഷിക്കുന്നതിനിടയിൽ ഒറ്റയ്ക്കായിരുന്ന മിസ്റ്റർ ടി സെലാറ്റിസ് സിംഹങ്ങളുടെ മുന്നിൽപ്പെട്ടു. ഈ 5 സിംഹങ്ങളും ഒന്നിച്ച് മിസ്റ്റർ ടിയെ അതിക്രൂരമായി ആക്രമിച്ചു. അവനാൽ കഴിയും വിധം പ്രതിരോധിക്കാൻ അവൻ ശ്രമിച്ചുവെങ്കിലും ചെറുപ്പക്കാരായ ആ 5 സിംഹങ്ങളോട് പോരടിക്കാൻ മിസ്റ്റർ ടിക്ക് സാധിച്ചില്ല. അവനെ ഗവേഷകർ കണ്ടെത്തുമ്പോൾ അവന്റെ നട്ടെല്ല് തകർന്ന്
ആഴത്തിലുള്ള മുറിവുകൾ കാരണം വേദന സഹിക്കവയ്യാതെ മൂളിക്കൊണ്ട് ഒരു റോഡിന്റെ സൈഡിൽ കിടക്കുകയായിരുന്നു. അവന്റെ പിൻകാലുകൾക്ക് മുകളിലുള്ള മുതുകിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കടിച്ച് അടർത്തി മാറ്റിയ സ്ഥിതിയിലായിരുന്നു. രക്ഷപ്പെടാനായി എണീറ്റ് ഓടാനോ തിരിച്ച് പ്രതികരിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ. അവന്റെ അരികിൽ തന്നെ സെലാറ്റിസ് ഗ്രൂപ്പിലെ സിംഹങ്ങളും ഉണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ മിസ്റ്റർ ടിയെ കൊല്ലാൻ അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അവർ മിസ്റ്റർ ടിയെ കൊന്ന രീതി ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അവൻ വീണതിന് ശേഷം ഇടയ്ക്കിടെ, അതായത് 1-2 മിനിറ്റ് എല്ലാവരും ഒന്നിച്ച് അവനെ കടിക്കുകയും ആക്രമിക്കുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും അവർ അവിടെ നിന്നും മാറി നിൽക്കും. അല്പനേരം കഴിഞ്ഞ് വീണ്ടും വരും. വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. പക്ഷേ ഇതുപോലെ തന്നെ ഓരോ തവണയും ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ തളർന്നവശനായ മിസ്റ്റർ ടി ജീവൻ രക്ഷിക്കാനായി നടത്തിയ പ്രതിരോധം കാണുമ്പോൾ തന്നെ അവൻ എത്രത്തോളം ധൈര്യശാലിയായ സിംഹമായിരുന്നു എന്ന് മനസ്സിലാകും. സെലാറ്റിസ് സിംഹങ്ങൾ ഒന്നിച്ച് ഉറക്കെ ഗർജിക്കാൻ തുടങ്ങി. അതിന്റെ അർത്ഥം ഇനി ആ പ്രദേശത്തെ രാജാക്കന്മാർ അവരായിരിക്കും എന്ന് തന്നെയാണ്. ഇതേ സമയം നട്ടെല്ല് തകർന്നതോടെ തന്റെ പിൻകാലുകൾ അനക്കാൻ പോലുമാകാതെ തല മണ്ണിൽ ചേർത്ത് കിടക്കുകയാണ് മിസ്റ്റർ ടി. അല്പസമയത്തിന് ശേഷം മിസ്റ്റർ ടി അന്ത്യശ്വാസമെടുത്തു. അതൊരു യുഗത്തിന്റെ അവസാനമായിരുന്നു. മബോഗോ സിംഹങ്ങളുടെ ഗ്രൂപ്പിന്റെ അന്ത്യം വളരെ ദുഃഖകരം തന്നെയായിരുന്നു. പക്ഷേ മിസ്റ്റർ ടി ഒരു സിംഹമായി ജനിച്ച് സിംഹരാജാവായി ജീവിച്ച് സിംഹരാജാവായി തന്നെ മരിച്ചവനാണ്. സ്വന്തം രാജ്യത്തിന്റെ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ സുരക്ഷ പ്രദാനം ചെയ്യുന്നതിനിടയിൽ ശത്രുക്കളുമായി നടന്ന യുദ്ധത്തിൽ തന്നെയാണ് മിസ്റ്റർ ടി മരണപ്പെട്ടത്. മബോഗോ ഗ്രൂപ്പ് അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ നടത്തിയ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളെ പോലെയൊന്ന് അതിനു മുൻപോ ശേഷമോ ഉണ്ടായിട്ടില്ല. അവർ നടത്തിയ അതിക്രൂരമായ ആക്രമണങ്ങൾ പോലെ തന്നെ അവരുടെ അവസാനവും അതിക്രൂരം തന്നെയായിരുന്നു. ഇപ്പോൾ മബോഗോ സഖ്യത്തിലെ 2 പേർ ബാക്കിയുണ്ട്, സ്കാറും മകൂലുവും. പ്രത്യേക അധികാര പ്രദേശങ്ങളില്ലാതെ അലഞ്ഞു നടക്കുന്ന ഇരുവരും ഇപ്പോൾ വളരെയധികം പ്രായമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും അവർക്ക് 4 പാടും ശത്രുക്കൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിൽ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമാണ്, സാബി സാൻഡിൽ നിന്നും ഒളിച്ചോടുക. അതിനുശേഷം മബോഗോ ഗ്രൂപ്പിലെ ഈ 2 സിംഹങ്ങളെയും സാബി സാൻഡിൽ ആരും കണ്ടിട്ടില്ല. 2013 മകൂലുവിനെ അവസാനമായി ഗവേഷകരിൽ ഒരാൾ കാണുമ്പോൾ അവന് ഏകദേശം 15 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും മബോഗോ സിംഹങ്ങളുടെ തലമുറകൾ അവിടെ ബാക്കിയുണ്ടായിരുന്നു. ഒട്ടാവോ പ്രൈഡിൽ ഉണ്ടായിരുന്ന മകൂലുവിന്റെ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 3 പെൺസിംഹങ്ങളും 2 ആരോഗ്യവാന്മാരായ ആൺസിംഹങ്ങളും ഒട്ടാവ ഗ്രൂപ്പിന്റെ പെൺസിംഹങ്ങളുടെ സുരക്ഷയിൽ ബാക്കിയുണ്ടായിരുന്നു. ഈ പ്രൈഡിലെ കുട്ടികൾ മിസ്റ്റർ ടിയുടെ കണ്ണിൽ പെട്ടിരുന്നുവെങ്കിൽ അവർ ഇന്ന് ബാക്കിയുണ്ടാകുമായിരുന്നില്ല. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഈ മബോഗോ സിംഹങ്ങൾ ചെയ്തത് ക്രൂരതയാണെന്നൊക്കെ തോന്നാം. പക്ഷേ ഇതാണ് കാടുകളിൽ സിംഹങ്ങൾ സാധാരണയായി അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും സാബി സാൻഡിൽ മബോഗോ ഗ്രൂപ്പ് നടത്തിയതുപോലെയുള്ള രക്തരൂക്ഷിത പോരാട്ടങ്ങൾ അതിനു മുൻപോ ശേഷമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.